സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ, സമാജം സെക്രട്ടറി മിസസ് മേരി രാജു ഇന്ന് പ്രധാന പ്രഭാഷണം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നൽകുന്ന ആർപ്പാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷേർലി കുര്യൻ, ശ്രീമതി മറിയാമ്മ ചാക്കോ, ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും ഇനി വരാൻ സാധ്യതയുള്ളവരും ഈ കൂട്ടത്തിൽ ഏറെയായി കാണുന്ന സിസ്റ്ററിനും ബഹുമാനപ്പെട്ട സിസ്റ്ററിനും എല്ലാവർക്കും പ്രഭാത നമസ്കാരം. ഇവിടെ വന്നിട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആഗോള അർത്ഥവറിയ സമാജം വളരെ ആക്റ്റീവാണ്. കാരണം എല്ലാവരും വീശിക്കൊണ്ട് നിങ്ങളുടെ ഗതികേട് മനസ്സിലാകുന്നുണ്ട്. താമസിയാതെ തന്നെ വലിയ പ്രൊഡക്ഷൻ പ്ലാൻ അടുത്ത് വരും. ഇരുഭാഗത്തേക്കും ഒന്നാന്തരമായിട്ട് കാര്യം കിട്ടുമെന്നാണ് പ്രസിഡന്റ് തിരിഞ്ഞ് ഉറപ്പ് തന്നിരിക്കുന്നത്. വന്നപ്പോഴേ ഞാൻ നിവേദനം സമർപ്പിച്ചിട്ട് വയ്ക്കുകയല്ല, ശർക്കര ചൂടാക്കുമെന്ന് പറഞ്ഞ് സമർപ്പിച്ചു. എൻ്റെ കുഴപ്പമാണ് വൈകിയത്. രാജ്യാന്തര സമ്മേളനം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാർഷിക സമ്മേളനം ദൈവതിരുനാമത്തിൽ ഇവിടെ ശാന്തിരായിരിക്കുന്ന പിതാക്കന്മാരുടെയും എല്ലാവരുടെയും അനുമതിയോടും ആശീർവാദത്തോടും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നതായി ഞാൻ അറിയിക്കട്ടെ. എൻ്റെ ജോലി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഉടനെ പഴയ സെമിനാരിലേക്ക് പോകണം. അത് രണ്ടുപേരെങ്കിലും പോയി ദുരന്തത്തിന് വേണ്ടി ബന്ധനസ്ഥനായി ഇവിടെ തന്നെ ഉണ്ടാവണം 3 ദിവസം. അപ്പോൾ അദ്ദേഹത്തോടുള്ള സഹതാപം അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കഴിഞ്ഞ വർഷം നല്ല വിശാലമായ പങ്കാളിത്തത്തോടെ ചെന്നൈയിൽ വെച്ച് ഈ സമ്മേളനം നടന്നതായി മനസ്സിലാക്കുന്നു. ഈ വർഷം ഈ പരിശുദ്ധമായ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ വിഷയം സ്നേഹത്തിൽ ഉത്സാഹമായി നിലനിന്നുകൊള്ളുകയും എന്നതാണ്. നേരത്തെ തന്നെ ഇതിൻ്റെ നോട്ടീസൊക്കെ എല്ലാവരും കിട്ടി. ഇത്തരം കോൺഫറൻസിന് പോകുമ്പോൾ നോട്ടീസ് നോക്കിയിട്ട് എന്താണ് പ്രാവശ്യം എന്നാൽ വേദവസ്തുത നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇത്തരം രോഗങ്ങൾക്ക് പോകാൻ. കുറച്ചു പേരെങ്കിലും അത് ചെയ്തു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസ് ഉണ്ടാകാതെ എവിടെ നിന്നാണ് ഈ വാക്യം, അതിൻ്റെ പശ്ചാത്തലം എന്ത് എന്നെല്ലാം ചെറുതായ ഒരു അന്വേഷണം നടത്തിയിട്ട് വന്നാൽ നമുക്കും ക്ലാസ് എടുക്കുന്നവർക്കും അത് സൗകര്യമായിരിക്കും. ഈ വർഷത്തെ വിഷയത്തിൻ്റെ പശ്ചാത്തലം വായിച്ചവർക്ക് ഈ 2016 ഇതേറെ പ്രസക്തമാകുന്നു എന്ന് ഗ്രഹിക്കാം. നമ്മളെല്ലാം പരാതിപ്പെടുകയും പരിഭവം പറയുകയും ചെയ്യുന്നതെന്നാണ് കാലങ്ങൾ മാറിയതോടുകൂടി വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ടായിരുന്നതുമായ പൊതുഘടനയും അച്ചടക്കവും അന്തരീക്ഷവും കുറേശ്ശെ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു എന്ന് ഈ കാര്യം തന്നെയാണ് വിശുദ്ധനായ യൂദാശ്ലീഹ നമ്മുടെ ഈ വാക്യത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എക്കാലത്തേക്കും അത് അർത്ഥപൂർണവും പ്രസക്തവുമായിരിക്കും. അദ്ദേഹം ഉദ്ധരിച്ചു പറയുന്നു, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നു, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും, ഭിന്നതയുണ്ടാകും, പ്രാകൃതന്മാരായ കാര്യങ്ങളുണ്ടാകും, ആത്മാ
ആത്മാവില്ലാത്തവരുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നതിനേക്കാൾ നിശ്ചിതമായ ഭാഷയിലാണ് യൂദാശ്ലീഹ എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചത് 17-ാം വാക്യം, 14 ഒരു അധ്യായങ്ങളുള്ളൂ. അദ്ദേഹം ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് ചില ഉപദേശം പറഞ്ഞിരുന്നു. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അവിടെ ചില ഭിന്നാഭിനങ്ങൾ പോലെ ഒരു വെള്ളി വെളിച്ചം കാണുന്നത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കുഴമറിച്ചിലല്ല, മുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നോക്കണം, വേഴമറ്റത്തെ തറവാട്ടിൽ ജനിച്ചു വളർന്ന കുറിയാക്കോസിന്റെ മാമോദീസാനാമം ലഭിച്ച ഒരു കുട്ടി, അദ്ദേഹം വലിയ കേമനായിട്ടൊന്നും അന്നും ശേഷവും അറിയപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളിരിക്കുന്ന ഈ വിശുദ്ധ സ്ഥലത്ത് ആ പരിശുദ്ധൻ തപസ് ചെയ്യുന്നത് അത് നമുക്കൊരു പുതിയ അറിവായിരിക്കും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നമ്മൾ പുറകോട്ട് നോക്കിയാൽ തോന്നും ആ കുട്ടിയുടെ അമ്മയ്ക്ക് നിർണായകമായ ഒരു സ്വാധീനം ആ കുട്ടിയുടെ മേലുണ്ടായിരുന്നിരിക്കണം. ഇല്ലെങ്കിൽ ആ സാധാരണക്കാരനായ കുട്ടി ഒരു വിശുദ്ധനായ മാതൃകാ പുരുഷനായി ഇന്നും ജീവിക്കുന്നയാളായി ഉണ്ടാകുകയില്ല. അമ്മമാർ പഠിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, അമ്മമാർ ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, അമ്മമാരും സഹോദരിമാരും നോമ്പ് നോക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല. ഞാൻ അമ്മമാർക്ക് മാത്രം പറഞ്ഞത് അപ്പന്മാരെ വിസ്മരിച്ചുകൊണ്ടല്ലെങ്കിലും അമ്മമാർക്ക് ചില പ്രത്യേക റോൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അമ്മമാർ ഭക്ഷണം കഴിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും കുമ്പിടുന്നതും അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവർ ആരുടെ ഗർഭിണികളായിരിക്കുമ്പോൾ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. അവർ കുമ്പിടുന്നതും ആഹാരം കഴിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും വായിക്കുന്നതുമെല്ലാം അവർക്കും അവരുടെ മക്കൾക്കും വേണ്ടിയാണ്. ഇത്തരം ഒരു ഗംഭീരമായ ഉത്തരവാദിത്വം സമൂഹത്തിൽ വളരെ കുറവാണ്. മുലപ്പാലിനോടുകൂടി മുലപ്പാൽ കൊടുക്കുന്നവനാണ് അന്യം. മുലപ്പാലിനോടുകൂടി കുട്ടികൾക്ക് നൽകുന്നത് എന്തൊക്കെയോ അതിൽ നന്മ ചാലിച്ചാണ് കൊടുക്കുന്നത്. മലയാളത്തിൽ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ മുല്ലനേഴി എന്ന കവി, അദ്ദേഹം അമ്മയോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അദ്ദേഹം എവിടെ എഴുതിയാൽ വഴി അമ്മയും നന്മയും ഒരുമിച്ച് പോകും. അങ്ങനെയാണ് കേരളത്തിൽ ഞാനത് പറയുകയും ചെയ്തു. മുല്ലനേഴി മക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അമ്മമാരെ പറ്റി ഓർത്തുകൊണ്ട് എല്ലാ മക്കളും, നമ്മളെല്ലാം മക്കളാണ്, മക്കളോട് പറയുന്നു, അമ്മ തന്നൊരു ജീവിതം നന്മ കൊണ്ട് പുലർത്തേണം നാം. നന്മയും അമ്മയും ഒരുമിച്ച് ഈ ജീവിതം അമ്മ തന്നതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു പുത്രൻ, ഒരു മകൻ, മക്കളുടെ എല്ലാ പ്രതിനിധി പറയുന്നു, അമ്മ തന്നൊരു ജീവിതം നന്മ കൊണ്ട് പുലർത്തേണം നാം. ഈ നന്മയെക്കുറിച്ച് വേവലാതിപ്പെടണം, എന്നും വേവലാതിപ്പെടണം. മുലപ്പാലിനോടുകൂടെ ലഭിച്ചു തുടങ്ങുന്ന ഈ നന്മയുടെ നാമ്പുകളും വിത്തുകളും അത് വളർന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. വേഴമറ്റത്ത് തറവാട്ടിൽ ജനിച്ച കുറിയാക്കോസ് ഇത് മഹാപരിശുദ്ധനായി താമസിയായി തുടങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു അമ്മയുടെ നന്മ തീർച്ചയായും ഉണ്ടായിരുന്നു. ഇത് വിസ്മരിക്കാതെ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യൂദാശ്ലീഹ 3 കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വിഷയത്തിന് തൊട്ട് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. നിങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്യുന്നത് വിശദമായിട്ട് ഞാനത് വായിക്കുന്നത്. നിങ്ങൾ, നമ്മൾ മക്കളായ നമ്മളോട് പറയുന്നു, അമ്മമാരോട് പറയുന്നു പ്രത്യേകിച്ച്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ മീറ്റിംഗ് നടക്കാൻ പ്ലാറ്റ്ഫോം ഉള്ളതാണ്. നമുക്കൊരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ ലോഞ്ചിങ് പാഡ്, റോക്കറ്റ് വിക്ഷേപണം എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു ആധാരശീലമുണ്ട്, അതിനെ നമ്മൾ വിശ്വാസം എന്ന് വിളിക്കുന്നു. ഉദാഹരണം, നമ്മൾ കൗമാരിൽ നിന്നും ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ,
മക്കൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയും. ഈ വാചകങ്ങൾ ഓരോന്നും വളരെ ഭക്തിയായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഉരുവെടുക്കും. 1, 2, 3 നന്നായി മനനം ചെയ്ത് പറയുകയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളിനെ നോക്കി കേവലം ചലനമില്ലാതെ കിടക്കുന്ന ഒരു മൃതശരീരത്തെ നോക്കിക്കൊണ്ട് ബലവാനെയും മരിച്ചു കിടക്കുന്ന ആളിനെ നോക്കി മരണമില്ലാത്തവരെ വിളിക്കുന്നതിൻ്റെ പേര് ഇത് തന്നെയാണ് വിശ്വാസം. മരിച്ചു കിടക്കുന്ന യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മാലാഖമാർ മനുഷ്യന് പറയുന്നു, ബലവാനെ നീ പരിശുദ്ധൻ. മരിച്ചു കിടക്കുന്ന ആളിനെ നോക്കി പറഞ്ഞ് മരണമില്ലാത്തവരെ നീ പരിശുദ്ധൻ. ഈ വിശ്വാസത്തെ അറിയെക്കുറിച്ചാണ് യൂദാശ്ലീഹ പറഞ്ഞത്. നിങ്ങളോ നിങ്ങളുടെ വിശ്വാസത്തെ ആധാർ കാർഡെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കും. ബേസിക് ഡോക്യുമെന്റ് അത് ആധാരമാണ്. അതിൽ നിന്ന് വേണം വളരാൻ, ഉയരാൻ, പറന്നുയരാൻ. വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തി ഓരോ ഗോഡ് വർക്ക്സ് കഴിയുമ്പോഴും നമ്മൾ ഓർക്കണം, ഓരോ ഹോളിലേക്ക് കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കും. ഈ ആത്മീയ വർദ്ധന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ കാരണമാണ് എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞുകൊണ്ട് വികസനം ഇതെല്ലാം വർദ്ധിപ്പിച്ച് ആകാശം കൂട്ടയാക്കി തരാനുള്ള വാഗ്ദാനം പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും സ്ഥാനാർത്ഥികൾ. എന്താണ് ഈ ആത്മീയ വർദ്ധന? നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന പരിണാമം, നമ്മുടെ ഇടപാടുകളിലുണ്ടാകുന്ന വിശുദ്ധി, നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങളുണ്ടാകുന്ന അച്ചടക്കം എല്ലാം കൂടെ കൂട്ടി ചുരുട്ടിയെടുത്താൽ പറയണം ആത്മീയ വർദ്ധന ഉണ്ടായി. കഴിഞ്ഞ കോൺഫറൻസ് 2015 കോൺഫറൻസിനേക്കാൾ 16 കോൺഫറൻസിന് എന്ത് ആത്മീയ വർദ്ധന ഉണ്ടായി നമുക്ക് നോക്കാം. ഈ വർദ്ധന ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ അമ്മമാർ വളരെ കൃതജ്ഞതയോടെ മക്കൾ അമ്മയിൽ വിളിക്കും. അമ്മമാരുടെ ആത്മീയ വർദ്ധന ആർക്ക് വേണ്ടി? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഒത്തിരി സ്വാധീനമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അമ്മയുടെ നന്മയിൽ നിന്ന് വേർപെട്ട് പോകാൻ അധികം മക്കളും തയ്യാറാവുകയില്ല. അമ്മയുടെ നന്മയും പുണ്യവും അതിന് പകരം വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വിവേകമുള്ള ഒരു മകളും അമ്മയെ തള്ളിപ്പറയുകയും കള്ളു കുടിക്കുന്നവർ പറയാൻ എനിക്ക് ബോധം നശിക്കുന്നു. ആത്മീയ വർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ഇത് വളരെ നിർണായകമാണ്. കേവലം പ്രാർത്ഥനയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ തരുന്നത്, നമുക്ക് വേണ്ടി ഉച്ചരിക്കാനാവാത്ത രീതിയിൽ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു എന്ന് വേദപുസ്തകം പറയും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നത് എന്നാണ് നമ്മുടെ വിഷയം. യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നത്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ നമ്മുടെ വിഷയത്തിലോട്ട് ഇറങ്ങി ഇതുവരെ നമ്മൾ മുകളിൽ നിൽക്കുകയാണ്. ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ലാൻഡ് ചെയ്തുകൂടെയാണ്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. വിശ്വാസവും സ്നേഹവും ഒരുമിച്ച് പോകും. വിശ്വാസവും സ്നേഹവും ആത്മീയ വർദ്ധനയും ഒരുമിച്ച് പോകും. വിശ്വാസവും സ്നേഹവും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയും ഒരുമിച്ച് പോകും. ഇതെല്ലാം ഒന്നിച്ച് പിറന്നവരാണ്, കൂടപ്പിറപ്പുകളാണ് ഈ പറഞ്ഞതെല്ലാം. അതിൻ്റെ പേര് മാത്രം ഒന്നുകൂടെ ഞാൻ പറയാൻ ഓർപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിവിശുദ്ധ വിശ്വാസം ആധാരമാകുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വിശ്വാസം കുരിശ് വരയ്ക്കാൻ മുതൽ പഠിപ്പിച്ചു കൊടുക്കണം. 3 കഴിഞ്ഞ് വളരെ ലളിതമെന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ കുരിശ് വരയ്ക്കാൻ അറിയാൻ വരാത്ത ഒരു 50% കുട്ടികൾ ഓർത്തഡോക്സ് സഭയിലുണ്ട്. 3 പേരുടെ ചേർത്ത് വെച്ച് ഇങ്ങനെ വരയ്ക്കാൻ അറിയാൻ മേലാത്തവർ. നിങ്ങളുടെ വിശ്വാസം ആധാരമാക്കി നിങ്ങൾക്ക് ആത്മീയ വർദ്ധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായി കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയെ കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കും. അതാണ് നമ്മുടെ വിഷയം. ഈ 3 ദിവസം ഇവിടെ ചെലവഴിക്കപ്പെട്ടു. നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞ് ഞാനൊക്കെ രസമായിട്ട് പറയും, വെക്കേഷൻ കാലം
വീട്ടിൽ ജോലിയിൽ തന്നെ 3 ദിവസത്തേക്ക് ഒരു സ്വാതന്ത്ര്യം. അപ്പോൾ എല്ലാവർക്കും കൈ വീശി നടക്കാം, അഡ്രസ്സിൽ പോയാൽ മറീന ബീച്ചിൽ കൊടുക്കൽ നടക്കാം, നല്ല കാര്യം തന്നെ. ആ പാടിയിലാണ് വിശാലമായ ക്യാമ്പസാണ്, ഇതിനൊക്കെ നടക്കാം, അവർക്ക് പോകാം. ഒത്തിരി നാളായാലും കണ്ടിട്ട് എന്തുകൊണ്ട് വിശേഷമൊക്കെ എന്ന് ചോദിക്കാം. പക്ഷേ ഈ ആത്മീയ വർദ്ധനയുടെയും സ്നേഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും വിശ്വാസമെന്ന ഉറച്ച തറയുടെയും മറ്റ് കാര്യങ്ങൾ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് മറക്കാതിരിക്കുക. കുടുംബത്തെക്കുറിച്ചാണ് വിഷയം. നിങ്ങൾ സ്നേഹത്തിൽ നിങ്ങൾ നിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ കുറയും. സ്നേഹം കുറഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് പകയും. പക വളർന്നാൽ കൊലപാതകമായിരിക്കും. സ്നേഹം മരിക്കുന്നിടത്ത് കൊലപാതകമല്ല. അപ്പം നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിപ്പിക്കുന്നത് എപ്പോഴും സൂക്ഷ്മതയായിട്ട്. സ്നേഹം കുറഞ്ഞു. ഞാനിത് രാവിലെ ചെറിയ പുസ്തകം വായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പുസ്തകം വായിക്കും. ബ്രദർ ലോറൻസിൻ്റെ പ്രാക്ടീസ് ചെയ്ത് പ്രസിഡന്റ് കൊണ്ടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമുക്ക് യേശുക്രിസ്തുവിനോട് സ്നേഹമുണ്ടോ? ഇതാ ചോദിക്കുന്നത്. പ്രാർത്ഥനയൊക്കെ ചൊല്ലി കിട്ടും. യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹമുണ്ടോ? പേടിയാണ്, ഭക്തിയാണെന്നൊക്കെ പറഞ്ഞു. സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ ഭയവും കാണും. ഞാൻ പറഞ്ഞ പരസ്പരം സ്നേഹമുള്ളവർക്ക് ഭയം കാണില്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്നേഹവും ഭയവും കൂടി കൊഴിഞ്ഞെങ്കിലും വന്നാൽ അതിനെ നമ്മൾ ഭക്തിയിൽ തന്നെ വിളിക്കണം. യേശുക്രിസ്തുവിനോട് സ്നേഹം, ദൈവസ്നേഹത്തിൽ സൂക്ഷ്മതയോടെ ഇരിക്കും. സ്നേഹിക്കാൻ പഠിക്കാം. നമ്മൾ സ്നേഹിക്കുന്ന ആളിനോട് മനസ്സ് തുറന്ന് സംസാരിക്കും. സ്നേഹിക്കുന്ന ആളിന് വേണ്ടി എന്തും കൊടുക്കും, ജീവൻ വേണ്ടി കൊടുക്കുക. ഹൃദയം പിടിക്കാൻ വേണ്ടിയോട് ഓടുന്നതെന്ന് നമ്മൾ കൊടുത്തത് മരിക്കാൻ പോലെ കൊടുത്തു കൊടുത്തത് അത് വലിയൊരു കാര്യമാണ്. ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരു പാഠം ഇവിടുന്ന് പഠിച്ചിട്ട് പോകാം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വിളക്ക് പോലെ കത്തു നിൽക്കുന്നത് അമ്മയുടെ നന്മയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കിടാവിളക്ക് പോലെ നിൽക്കേണ്ടത് അമ്മയുടെ നന്മയാണ്. അതിന് മരണമില്ല. അതിൻ്റെ സപ്തവർണ്ണങ്ങൾ 7 നിറങ്ങളാണ്. സ്നേഹവും ത്യാഗവും പ്രാർത്ഥനയും ഉപദേശവും ശാസനയും ആഹാരം കൊടുക്കലും എല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുടുംബങ്ങളിൽ അമ്മയുടെ നന്മ ജ്വലിച്ച് നിൽക്കുന്നത് അതായിരിക്കട്ടെ നമ്മുടെ കോൺഫറൻസിൻ്റെ ഉണ്ടായി. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നതെല്ലാം നിങ്ങൾ എഴുതി വെക്കുന്നതെല്ലാം എതിരെ പോകുന്നത് നിങ്ങൾക്ക് അറിയാം. എനിക്കറിയാം, എല്ലാവരും എഴുതി കൂട്ടുന്നുണ്ട്. പക്ഷെ എഴുതി കൂട്ടിയ ബുക്കുകൾ ഇതൊന്നും വരാതെ അത് എവിടെ കൊണ്ട് ഒളിച്ച് വെക്കുമെന്ന് അറിയാം. ഷോക്കേസിലാണ് പിന്നെ അത് മറിച്ച് നോക്കാൻ സമയം കിട്ടിയില്ലല്ലോ. കഴിഞ്ഞ വർഷം മദ്രാസിൽ എഴുതിയ ഒരൊറ്റ ഡയറിയിൽ പിന്നെ പുറത്തുകൊണ്ടുണ്ടോ ഗംഭീരമായ ക്ലാസ്സൊക്കെ അവിടെ. ഗ്ലോബൽ എന്ന് പറയുന്ന രാജ്യാന്തര സമ്മേളനമാണ്. ഗ്ലോബൽ നമുക്ക് ഇഷ്ടമില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കോൺഫറൻസ് ഗ്ലോബൽ കുഴപ്പമുള്ള കാര്യമൊന്നും നേരെ ചെയ്താൽ ഗ്ലോബൽ ഒരു പ്രശ്നമില്ലാത്തതാണ്. വഷളാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ കുടുംബത്തിലെ അമ്മയുടെ നന്മയാകുന്ന കിടാവിളക്ക് പ്രകാശിച്ച് ജ്വലിച്ച് നിൽക്കുന്നതിനൊരു പരിശീലന കളരിയായി ഈ 3 ദിവസത്തെ ആയാസം ഉപയോഗിക്കണം. വേണ്ട വിധത്തിൽ ക്ലാസ് എടുക്കാനുള്ള ആളുകളുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവരുടെ അവിടെ പോയി ഒന്ന് പറയണത് ശക്തമായി ആ പള്ളി കയറിയൊക്കെ അവരുടെ അവിടെ ഒന്നും പറ്റണം. കുറേ നേരം കത്തിനേക്കുന്ന ഒരു വിളക്കിനെ നോക്കി, ഒരു മെഴുകുതിരിയെ നോക്കി കണ്ണ് നട്ട് കണ്ണ് ആറാതെ അതിൻ്റെ ആ തീനാളത്തോട്ട് നോക്കിയിരിക്കുന്നു. അമ്മയുടെ നന്മയുടെ ജ്വലനങ്ങൾ ആ തീനാളത്തിലോട്ട് കണ്ണ് നട്ടുനിൽക്കും. ചിലപ്പോൾ അതിൻ്റെ ദേശത്തിന് മുഖം കാണാൻ പറ്റും. ആ ഫ്ലെയിമിനകത്ത് നോക്കിയിട്ടുണ്ടോ? തീനാളത്തിലോട്ട് കണ്ണ് നട്ടുനിൽക്കും. ഒരു നന്മ മനസ്സിൽ ഒത്തിരി ഈ വിചാരങ്ങൾ ചിന്തകളൊക്കെ ഒന്ന് കാത്തു വെച്ചിട്ട്, സാധാരണ ചിന്ത പോലും കാത്തു വെച്ചിട്ട് ഒഴിഞ്ഞ മനസ്സോടെ ആ പള്ളി പോയി നന്നായിരിക്കുന്നൊരു 5 മിനിറ്റ് അത് നന്മയുടെ തുടക്കമായിരിക്കും. എനിക്ക് ആശംസിക്കാൻ അത് ഉദ്ഘാടനം പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള അമ്മയുടെ നന്മ ഉറവിടല്ലാതെ ഒഴുകി പിന്നീട് മുല്ലനെയിൽ പാടി നമുക്ക് പാടണം. അമ്മ തന്നൊരു ജീവിതം നന്മ കൊണ്ട് പുലർത്തേണം നാം. കൃതജ്ഞനായ മക്കൾ അമ്മമാരെ നോക്കിയിട്ട് സഹോദരങ്ങളോട് പറയും, ആ നന്മ കെട്ടുപോകാൻ
എണ്ണ പറ്റിപ്പോയാൽ സ്നേഹത്തിൽ സൂക്ഷ്മതയില്ല. ദൈവസ്നേഹത്തിൽ സൂക്ഷ്മത ഉണ്ടാകണമെന്നാണ് വിഷയം. എണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വിളക്ക് കെട്ടുപോകും. അമ്മയുടെ നന്മ എരിഞ്ഞു നിൽക്കും. അതെല്ലാ ഹൃദയങ്ങളും ആകട്ടെ. കോൺഫറൻസിന് എല്ലാ നന്മകളും ആശംസിക്കുന്നു. മാനേജിനെ പറ്റി ഉള്ളത് കൊണ്ട് ഇതുവരെയുള്ള പരിപാടികളൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിട്ട് സമസ്ത വിജയങ്ങൾ ആശംസിക്കുന്നു. സൂക്ഷിക്കുന്നതിനെക്കുറിച്ച്, അമ്മയുടെ നന്മയെക്കുറിച്ച് നിങ്ങൾ പ്രബോധിപ്പിച്ച കോട്ടയം ഭദ്രാസനത്തിന്റെ മണ്ണിൽ മെത്രാപ്പൊലീത്തയായി അഭിഷേകം ചെയ്യപ്പെട്ട് അതേ ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഇളയ ശ്രേഷ്ഠനാണ് അഭിമന്യ യോഹന്നാൻ മാർ ദിയോസ്കോറസ് തിരുമേനി. ചെന്നൈ ഭദ്രാസനത്തിന്റെ അധ്യപനും കോട്ടയം ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തയുമായ ഗ്രന്ഥകാരനും ധ്യാനഗുരുവുമായ അഭിമന്യ ദിയോസ്കോറസ് തിരുമേനി സന്ദേശം നൽകുന്നതിനായി വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ അഭ്യുദയ ദേവോദോസ് തിരുമേനി, ഉദ്ഘാടകൻ അഭ്യുദയ വൈറസ് തിരുമേനി, വൈസ് പ്രസിഡന്റുമാർ, കേന്ദ്ര വൈസ് പ്രസിഡന്റ്, ഭദ്രാസന വൈസ് പ്രസിഡന്റുമാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മേരി ടീച്ചർ, ജോയിന്റ് സെക്രട്ടറി പ്രിയപ്പെട്ട മറിയാമ്മ ചാക്കോ, ഇന്നത്തെ പ്രധാന ക്ലാസ് ആദ്യം എടുക്കുവാനായിട്ട് ഡോക്ടർ ഷെർലി കുര്യൻ, അതിന് വൈദികരെ, ഒത്തോറി സമാജത്തിന്റെ പ്രവർത്തകരെ, കുട്ടികളായി സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രിയ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണുവാൻ. ഇതിനു മുമ്പ് ഒരു കോൺഫറൻസ് മദ്രാസിൽ വെച്ച് 3 ദിവസമായി നടത്തി. അവിടെ 3 ദിവസവും നിങ്ങളുടെ പ്രസിഡന്റ് തിരുമേനി, വൈസ് പ്രസിഡന്റ് അച്ഛൻ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് കൽപ്പിച്ച ഞാനും 3 ദിവസം പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നു. മർത്തോറിയ സമാജത്തിന്റെ കേന്ദ്ര കോൺഫറൻസ് എൻ്റെ പുറകിലാണോ അതോ ഞാൻ അതിൻ്റെ പുറകിലാണോ എന്നൊരു സംശയം വെച്ചുകൊണ്ട് തന്നെ അടുത്ത പ്രധാന കോൺഫറൻസിലും ബലഹീനനായ എനിക്ക് വളരെ താമസിച്ചാണെങ്കിലും ഔചാരികമായി പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഭാവതന്മ കൽപ്പിച്ച് നൽകിയിരിക്കുന്നതായ ഈ അവസരത്തെ നന്ദിയോട് സ്നേഹത്തോട് ബലഹീനത ഞാൻ സ്വീകരിക്കുന്നു. അഭ്യുദയ ഓർമ്മിച്ചതുപോലെ സഭയുടെ മാനേജ്മെന്റ് ഇപ്പോൾ തന്നെ പഴയ സെമിനാരി നടത്തുന്നതാകിയാൽ നമുക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്ന് മുഖം കാണിച്ചു പോകാൻ മാത്രമേ ഈ സമയത്ത് ബലഹീനത ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മർത്തോറിയ സമാജ അംഗങ്ങളെ വളരെ സന്തോഷപൂർവ്വം പാമ്പാടി തിരുമേനിയുടെ പുണ്യ സ്പർശനവും സാന്നിധ്യവും നിലനിർത്തുന്നതായ ഈ സ്ഥലത്തേക്ക് വളരെ സ്നേഹത്തോട് നൽകുന്ന ഞാൻ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. 2-3 ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നതായ ക്യാമ്പിൽ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിലും നൽകിയ ഞാൻ ഇനിയും നിങ്ങളോടൊപ്പം ഈ 2-3 ദിവസങ്ങളിലെ പരിപാടികൾ വല്ലപ്പോഴുമെങ്കിലുമൊക്കെ മുഖം കാണിക്കാൻ ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ നാം ആയിരിക്കുന്ന യുഗം ഒരു പ്രത്യേക യുഗമാണ്. നിങ്ങളുടെ തീമിൽ നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്ഷരപ്രതി അന്വർത്ഥമാക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന അമ്മമാരാകുന്നു നിങ്ങളെന്ന ബോധ്യത്തോടുകൂടി ഈ കോൺഫറൻസിന്റെ തുടക്കത്തിൽ തന്നെ പങ്കെടുക്കുക എന്ന് ബലഹീന ഞാൻ പറഞ്ഞതാണ്. 2 സംഭവങ്ങൾ
നടന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഞാനിരുന്ന പള്ളിയിൽ, വൈദികനായിട്ടൊരു പള്ളിയിൽ, ആ പള്ളിയിൽ ആഗ്രഹങ്ങളൊന്നും ഇരിപ്പുണ്ട്. ഞാൻ സഹവികാരി, വേറൊരു വലിയച്ഛൻ പ്രധാന വികാരിയുമായിട്ട് പള്ളിയിൽ ഞാൻ ഏകദേശം 5 വർഷം ഉണ്ടാകും. ചെങ്ങന്നൂർ മദ്രാസത്തിലാണ്. ഒരു ഭവനം സന്ദർശിച്ചപ്പോൾ ഒരു അപ്പച്ചനും അമ്മച്ചിയും വളരെ പ്രായമേറിയ ഭവനത്തിൽ ഇങ്ങനെ 2 കട്ടിലിൽ മുറിയിൽ കിടക്കുകയാണ്. മരുമകൾ ഈ അപ്പച്ചനെ അമ്മച്ചിയും നമ്മൾ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങൾ അറിയിക്കാതെ നിന്നതാണ്. പക്ഷെ വളരെ നീറ്റായിട്ട് അപ്പച്ചനെ അമ്മച്ചി കട്ടിലിൽ ഒരുക്കി കിടത്തി ശുശ്രൂഷിക്കുന്നതായിട്ട് കണ്ടു. എൻ്റെ കൂടെ ഒന്ന് വികാരിച്ചൻ ഈ മരുമകളോട് ഒരു ചോദ്യം, കഷ്ടപ്പാടാണ് അല്ലേ? ഇതാണ് ചോദിച്ചത്. വളരെ ആ മരുമകൾ ഒറ്റ കരച്ചിലാണ് അച്ഛനത്തിന് എങ്ങനെ ചോദിച്ചത്. എൻ്റെ അമ്മനെയും അമ്മയെയും ഒന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെതല്ലേ, അത് കഷ്ടപ്പാടെന്ന് പറയുന്നത് ശരിയാണ്. അച്ഛൻ എന്താണ് ഇങ്ങനെ ചോദിച്ചത് എന്ന് ആ മരുമകൾ എൻ്റെ കൂടെ വന്ന് ഞങ്ങളുടെ വികാരിച്ചനോട് ചോദിച്ച സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒത്തിരി നാളായ കഥയൊന്നുമല്ല, 7 വർഷത്തിന് മുമ്പുള്ള കഥ ഞാൻ പറഞ്ഞു. ഈ അടുത്ത സമയത്ത്, രണ്ടാമത്തെ സമയത്ത് കണ്ട കാഴ്ചയാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് തുടല് കെട്ടി ആ തുടലിൽ വെച്ചിട്ട് കുഞ്ഞിന് പാത്രത്തിൽ ഭക്ഷണം വെച്ചിട്ട് കുഞ്ഞിനെ പട്ടിയെ പോലെ നിർത്തി ആ കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം അതിൽ നിന്ന് വാഗം കഴിപ്പിക്കുന്ന കാഴ്ച കാണാനായിട്ട് വന്നു. അത് പടമാണ് കാണുന്നത്, അത് വീഡിയോയാണ്, നടന്ന സംഭവം തന്നെയാണ്. വേറൊരു അമ്മ 2-3 കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് നല്ല ചട്ടകം അടുപ്പത്ത് വെച്ച് പൊള്ളിച്ച് അത്യാവശ്യമായിട്ട് ശരീരഭാഗങ്ങൾ നിർമ്മിച്ച് ചൂട് കൊടുത്താണ് കഴിപ്പിക്കുന്നതാണ്. ഒന്നുകിൽ മക്കളെ പട്ടിയാക്കി അല്ലെങ്കിൽ ചട്ടകം വെച്ച് പഴിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന അല്ലെങ്കിൽ അമ്മയെ അമ്മയെ നോക്കുന്ന അമ്മമാരുടെ എണ്ണവും കൂടി വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ വിസ്മരിക്കരുത്. ഇത് 2 കാര്യങ്ങൾ ഞാൻ എന്നോട് പറഞ്ഞത്. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ കർത്താവ് ശീമോന്റെ വീട്ടിലിരിക്കുമ്പം ഒരു സ്ത്രീ വന്ന് തൈലം കൊണ്ട് കർത്താവിന്റെ തലയിലും കാലിലൊക്കെ പൂശിയപ്പോൾ അവിടെ നിന്നവരെ വിമർശിച്ചു. കർത്താവ് മറുപടി ആ വിമർശനം നോക്കി പറയുന്നത് അവൾ തന്നാലാവത് ചെയ്തു എന്ന്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് വളരെ സ്നേഹപൂർവ്വം പറയുകയാണ്, നിങ്ങളുടെ ഗർഭപാത്രം വിശുദ്ധമാക്കണം, അത് വിശുദ്ധമായിരിക്കണം. നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടവർ വിശുദ്ധരായിരിക്കണം. നിങ്ങൾ നിങ്ങളാലാകുന്നത് ചെയ്ത് വരും തലമുറയെ ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും വിശുദ്ധരാക്കി മാറ്റിയെടുക്കണം. നിങ്ങൾ വിശുദ്ധരാകുന്നുവെങ്കിൽ സഭ വിശുദ്ധമാകും, സമൂഹവും വിശുദ്ധമാകും. അതായിരിക്കട്ടെ നിങ്ങളുടെ ഈ വർഷത്തെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഈ ക്യാമ്പിന് ബലഹീനായ നേർന്നുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാവരെയും വീണ്ടും ഇവിടുത്തെ പരിമിതികൾക്കുള്ളിൽ ഇവിടുത്തെ വാസം അനുഗ്രഹപൂർവ്വമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം മലയാള ഭാഷ എന്ന മധുരമാമ്പഴത്തിന്റെ സ്വാദ് തന്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉത്സാഹത്തോടെ വിളക്കിടക്കുന്ന അധ്യാപിക, സഹപ്രവർത്തകർക്ക് പ്രിയങ്കരിയായ വനിതാരത്നം, കോട്ടയം പറപ്പള്ളിത്താഴെ പരേതനായ ജേക്കബ് അച്ഛന്റെ കൊച്ചുമകൾ, KG കോളേജിലെ ആദ്യകാല അധ്യാപികയും ബെസേലിയസ് കോളേജ് മലയാള വിഭാഗം മുൻ അധ്യക്ഷയും ഇപ്പോൾ പുത്തൻപുറം കുര്യാക്കോസ് മാർ ഗ്രിഗോറിയസ് കോളേജിന്റെ പ്രിൻസിപ്പലുമായ ശ്രീമതി ഡോക്ടർ ഷേർലി കുര്യനെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത്രയും അഭിമന്യനായ തിരുമേനി, ശ്രേഷ്ഠരായ വൈദികരെ, ഇത്രയും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മാതാവ്, ഇന്നത്തെ ലോകത്ത് 3 തരത്തിൽ ദൈവസ്നേഹത്തിൽ
തന്നെ പൂർണ്ണമായും ത്യജിച്ചുകൊണ്ട് തപസ്സിൻ്റെതായ അനുഭവത്തിൽ മുഴുകി കഴിയുന്നവർ. അവർക്ക് ലോകത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ ഭൗതികമോ ലൗകികമായ യാതൊന്നിനെയും ആവശ്യമില്ലാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. അവർ യാതൊരുവിധ പ്രലോഭനങ്ങളിലും ഉൾപ്പെടുന്നവരല്ല. അവർ പഞ്ചേന്ദ്രിയങ്ങളെയും തൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വെച്ച് ഈശ്വരനെ അവരെ പ്രതിഷ്ഠിച്ച് കഴിയുന്നവരാണ്. ഇത് താമസികളുടേതായ ദൈവസ്നേഹത്തിൽ നിറഞ്ഞതായ ജീവിതത്തിലാണ്. മറ്റൊരു കൂട്ട് നിഷ്കളങ്കരായ ശിശുക്കളാണ്. തങ്ങളുടെ മാതാപിതാക്കളെ പോലെ, സഹോദരങ്ങളെ പോലെ ഈശ്വരനെയും കാണുന്ന ശിശുക്കൾ. അവർക്ക് നിഷ്കളങ്കതയിൽ നിന്ന് ഉറച്ചതായ വിശ്വാസവും സ്നേഹവുമാണ്. ചോദിക്കുന്നത് എന്തും അനുസരിക്കുന്ന, അല്ലെങ്കിൽ അതെല്ലാം അനുഷ്ഠിക്കുന്നതായ സ്നേഹം. അവർ അതേ രീതിയിൽ തന്നെയാണ് ഈശ്വരനോടും ആവശ്യപ്പെടുന്നത്. ഈശ്വരനെയും തന്നെയും യാതൊരു ഭേദവും കൂടാതെ കാണുന്നതായ നിഷ്കളങ്കമായ സ്നേഹം. പക്ഷേ നമ്മെ പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് ഈ രണ്ട് രീതിയും വളരെ പ്രയാസകരമാണ്. കർത്താവും പറയുന്നുണ്ട്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം ലഭ്യമാകുകയില്ല. ദൈവരാജ്യത്തെ ശിശുക്കളെ പോലെ സമീപിക്കുന്നവർക്കുള്ളതാണ്. നമ്മുടെ മനസ്സ് ദൈവം ആദമിനെയും അവയെയും സൃഷ്ടിക്കുന്നതായ സമയത്ത് തന്നെ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ്റെ മനസ്സ് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. മനുഷ്യ സ്വഭാവം അതാണ്. തിന്മയിലേക്ക് നോട്ടമുള്ള, സുഖഭോഗങ്ങളിലേക്ക് നോട്ടമുള്ളതായ ഒരു സ്വഭാവം. ഈ ലോകം സുഖഭോഗങ്ങൾ നിറഞ്ഞ ലോകമാണ്. പുരോഗതിയും പരിഷ്കാരവും മനുഷ്യൻ തന്നെ അവൻ്റെ സുഖത്തിന് വേണ്ടി വരുത്തിയതുമാണ്. അതിനുവേണ്ടിയുള്ള നിരന്തരമായ പ്രയത്നങ്ങൾ നടക്കുമ്പോൾ, അധർമ്മങ്ങൾ വിളയാടുമെന്ന് കാണുമ്പോൾ, അവൻ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ചില നിയമനിർമ്മാണങ്ങളും തത്വസംഹിതകളും ശിക്ഷാരീതികളും ഒക്കെ നടപ്പിലാക്കണം. ഇതൊക്കെ നടപ്പിലാക്കുമ്പോഴും പൂർണ്ണമായി അതിനെയൊക്കെ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ല. ഈ സുഖഭോഗങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ സ്വയം സംരക്ഷിക്കേണ്ടിയിരിക്കും. അതിനാണ് നാം ദൈവസ്നേഹത്തിൽ സ്വയം ഉറപ്പിക്കേണ്ടത്. ആദ്യ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഹൗവ പ്രലോഭനകാരിയാണ്, വാര്യലിൻ്റെ അവകാശിയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി പാമ്പിൻ്റെ വേഷത്തിൽ വന്ന സർവ്വൻ അവനോട് വൃക്ഷഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കാണാൻ കൗതുകമുള്ളതും അതിൻ്റെ ഫലം മധുരതരവും അത് നന്മതിന്മകളെക്കുറിച്ച് അറിവ് നൽകുന്നതുമാണ് എന്നുള്ളത് അവൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവും. കാര്യവിചാരണ ചെയ്തിട്ടുണ്ട്. അതാണ് അവൾ രുചിച്ച് നല്ലതെന്ന് കണ്ടിട്ട് ആദമന നൽകുന്നത്. ആദം പക്ഷേ അവയെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ ഹൗവയുടെ ദൈവം ഹൗവയെ നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെയാണ് ആദമിന് ഈ ജീവിത വൃക്ഷത്തെക്കുറിച്ചും അറിവിൻ്റെ വൃക്ഷത്തെക്കുറിച്ചുമുള്ളതായ നിബന്ധനകൾ നൽകിയത് എന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആദമായിരുന്നു ഹൗവയെ കൂടെ തിരുത്തേണ്ടിയിരുന്നു. പൗലോസ് പുസ്തകത്തിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്, ആദ്യ പാപത്തിന്റെ സ്രോതസ് ആദമിൽ നിന്നാണ്. സ്ത്രീ ബലഹീന പാത്രമെന്ന് കരുതി അവളെ വഴി നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം പുരുഷനുള്ളതായിരുന്നു എന്ന്. എന്നാൽ അഭികാമ്യതയിൽ ആകർഷകമാകുന്ന സനാതനമായ സ്ത്രീത്വഭാവമാണ് നാം ഹൗവയിൽ കണ്ടത്. അനുസരണക്കേടിന്റെ പാപത്തിന്റെ പങ്കാളിയായതുകൊണ്ട് പറുദീസ നഷ്ടം അവൾക്ക് ഉണ്ടാകുമ്പോഴും ഭൂമിയിൽ വളരെയേറെ ക്ലേശപ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടുന്നതായ എല്ലാ സാമർഥ്യവും ഹൗവ ചെയ്യുന്നു.
കുടുംബത്തിൻ്റെ നടത്തിപ്പിന്, വസ്തുവകകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന്, ഉപയോഗപ്പെടുത്തുന്നതിന്, കുട്ടികളെ പരിപാലിക്കുന്നതിന്, അവർക്ക് വേണ്ടുന്നതായ ആത്മീയ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നതിന് ഒക്കെയുള്ള ശ്രമം ഹൗവയിൽ ഉണ്ടാവുന്നു. പുരുഷൻ അജയ്യമായ ശക്തിയുടെ ഉറവിടമാണ്, എന്നാൽ സ്ത്രീയിൽ നന്മ നിറഞ്ഞ മനസ്സാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ കുട്ടികൾ നല്ല ശക്തരായി വളരുകയുള്ളൂ. അനുസരണക്കേടെന്ന പാപത്തിന്റെ പങ്കുപറ്റിയതായ ഹൗവയുടെ ആ കരം പൂർണ്ണമായ അനുസരണത്തിലൂടെ, ചോദ്യം ചെയ്യാത്തതായ ഏറ്റുവാങ്ങലിലൂടെ ദൈവമാതാവ് ഇല്ലാണ്ടാക്കി. ദൈവദൂതൻ മറിയമിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ തന്നെ താഴ്ത്തുകയാണ്. കർത്താവ് അവിടുത്തെ ദാസിയുടെ താഴ്മ ദർശിച്ചിരിക്കുന്നു. അവന്റെ ആഗ്രഹം പോലെ നിവൃത്തിയാകട്ടെ എന്ന് പറയും. ആ വാക്കുകളെ വീണ്ടും എലിസബത്ത് പുകഴ്ത്തി കർത്താവ് കൽപ്പിച്ചത് തനിക്ക് സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്നാൽ ഈ താഴ്മയും വിനയവും ചോദ്യം ചെയ്യാത്ത അനുസരണവും ആത്മീയതയും തൻ്റെ പുത്രന്റെ വളർത്തൽ അദ്ദേഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്മീയതയെ പൂർണ്ണമാക്കുന്നതിന് വളരെയേറെ സഹായിച്ചു എന്നതും ശരിയാണ്. എല്ലാ സുഖങ്ങളും ഉണ്ടാവുമ്പോഴും ദുഃഖം കൂടപ്പിറപ്പാണ്. തൻ്റെ കുഞ്ഞിനെ കൊണ്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശിമയോൻ ആ കുഞ്ഞിനെ എടുത്തിട്ട് വളരെയേറെ സ്തുതിക്കുന്നുണ്ട്. പക്ഷേ മറിയത്തിനോട് പറയുന്നു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും. ദൈവമാതാവെന്ന് വിളികൊള്ളുമ്പോൾ മകൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉണ്ടാവുന്ന ഓരോരോ നല്ല കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴും അവന് ജനമോചനം പാടുമ്പോഴും ഹൃദയം സന്തോഷിച്ചുവെങ്കിലും അവൾ അതിൽ അഹങ്കരിച്ച് എല്ലാം ഹൃദയത്തിൽ സംബന്ധിക്കുന്നവളായിരുന്നു. പക്ഷേ പിന്നീട് വന്നതായ ദുഃഖാനുഭവത്തിൻ്റെ നാളുകളിൽ ആ ദുഃഖത്തെയും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്നതായ ആ പ്രവചനത്തെ യാഥാർത്ഥമാക്കി അവൻ്റെ നാളുകളിലൂടെ പിൻപറ്റുകയാണ്. കുരിശിൻ്റെ ചുവടിലോളം എത്തുന്നതായ ആ കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്നതായ അമ്മയുടെ രൂപം തൻ്റെ പുത്രൻ സ്നേഹിക്കുന്ന ശിഷ്യന് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ശിഷ്യന്മാരോടൊപ്പമായിരിക്കുന്ന മാതാവിൻ്റെ മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷനാവുന്നു. എങ്കിലും ദൈവമാതാവെന്ന നിലയിൽ ഉയർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും തൻ്റെ മക്കൾക്ക് ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നതായ ഏറ്റവും വലിയതായ ദുഃഖകരമായ അനുഭവത്തെ നേരിൽ കാണുവാനും അനുഭവിക്കാനും ഇടയായവളാണ് മറിയം. ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ ദൈവപുത്രനെ വഹിക്കാൻ ഏറ്റവും യോഗ്യയെന്ന് ദൈവം കണ്ടെത്തിയവൾ. പക്ഷേ അവൾക്ക് വളരെയേറെ ദുഃഖാനുഭവങ്ങളെ ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വന്നു. നാം നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ കുറിച്ച് വളരെ തുച്ഛീകരിച്ചിട്ടുണ്ട്. ചെറുതായി ഉണ്ടാകുന്ന ഏതൊരു അനുഭവത്തിലും വളരെയേറെ ദുഃഖം നമ്മൾ കാണിക്കുന്നവരാണ്. നമുക്ക് എന്ത് വലിയ ദുരന്തം സംഭവിച്ചു എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ മാതാവിൻ്റെ ഈ ദുഃഖാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ എത്ര നിസ്സാരമെന്ന് ചിന്തിക്കാവുന്നതാണ്. വാക്കും ചിന്തയും പ്രവൃത്തിയും ശുദ്ധിയുള്ളതായി ദൈവപ്രസാദമുള്ളതായി ഇരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ആദ്യമേ അവൻ്റെ ഇഷ്ടം അന്വേഷിക്കും. നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വാക്കുകളായി വരുന്നത് എന്നിങ്ങനെ വേദപുസ്തകം പറയുന്നു. മറ്റുള്ളവർക്ക് അഹിതമായി എന്നെ പറയാതിരിക്കും. തിന്മയ്ക്ക് കൂട്ടാളിയാകാതിരിക്കും. പറവാൻ താമസവും കേൾപ്പാൻ വേഗതയുമുള്ളവരാണ്. യേശുവിനെ അറിഞ്ഞതു മുതൽ മക്കളുടെ കാര്യത്തിൽ മറിയയുടെ ജീവിതവും മാറുകയാണ്. അവൾ വളരെയേറെ പശ്ചാത്താപഭാരമുള്ളവളായി കർത്താവിൻ്റെ കാലത്ത്
തൻ്റെ കണ്ണുനീര് കൊണ്ട് പാവങ്ങളെ കഴുകി മുടി കൊണ്ട് തുളച്ച് തൻ്റെ വിലയേറിയ പരിമള തൈലം കൊണ്ട് അവനെ പൂശി അവൻ പോകുന്നതിലൊക്കെ ദൈവസന്നിധിയിലായിരിക്കാൻ അവൻ്റെ വചനങ്ങളെ കേട്ട് മനസ്സ് നിറപ്പാൻ ആഗ്രഹമുള്ളവളായി പിന്തുടരുകയാണ്. ക്രിസ്തുവിൻ്റെ വേദനയുടെ അനുഭവങ്ങളിലും ക്രൂശിൻ്റെ ചുവട്ടിലും മഗ്ദലന കാര്യത്തിൽ മറിയം പിന്തുടരുന്നു. കല്ലറയിൽ 3-ാം നാൾ ഉയർപ്പെടുന്നുള്ളത് കേട്ട് എൻ്റെ കർത്താവ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവിടെയും അവൾ എത്തിച്ചേരുകയാണ്. എല്ലാവർക്കും മുൻപേ അവൾക്ക് മുൻപിൽ ക്രിസ്തു പ്രത്യക്ഷനാവുക. അവൾ എന്നെ വളരെ സ്നേഹിച്ചു എന്ന് യേശു സാക്ഷിക്കുകയും ചെയ്തു. ഇതുപോലൊരു സാക്ഷ്യം നമ്മൾക്കുണ്ടാകുവാൻ തക്കവണ്ണം നാം ദൈവത്തെ വളരെയേറെയായി സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക എന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. നമുക്ക് മുമ്പിൽ ചെയ്യുവാനുള്ളതായ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. കുടുംബത്തിൻ്റെതാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഓരോരോ നിലയിൽ നാം വളരെയേറെ ചുമതലകളെ അനുഷ്ഠിക്കേണ്ടവരാണ്. അവയെല്ലാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടുകൂടി ചെയ്യുവാനുള്ളതായ ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. പക്ഷേ ഇന്നത്തെ തലമുറ ആദ്യം ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം എന്നാണ്. പ്രയോജനത്തെക്കാളുപരി കർമ്മങ്ങളെ കലയിച്ചുകൂടാതെ ചെയ്യുവാനാണ്, അനുസരണമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള അനുസരണം ചെയ്യുന്നവന് ദൈവം മറ്റുള്ളവരുടെ മുൻപിൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഉയർച്ച സമ്മാനിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും. ഹിന്ദു മിത്തോളജി ദുര്യോധനൻ ക്ഷത്രിയനായി ജനിച്ചു. നമുക്ക് ദുര്യോധനൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തിന്മയുടെ മൂർത്തിമദ്ഭാവം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകാറുണ്ട്. എന്നാൽ ഭീമനാൽ അടിയേൽക്കപ്പെട്ട മരണത്തിലേക്ക് കടന്നു പോകാൻ തുടങ്ങുന്നതായ അവസരത്തിൽ അദ്ദേഹം പറയുന്നതായ വാക്കുകൾ: ഞാൻ ക്ഷത്രിയനായി ജനിച്ചു, ഞാൻ ക്ഷത്രിയനായി ജീവിച്ചു, രാജകീയ സുഖഭോഗങ്ങൾ ഞാൻ അനുഭവിച്ചു. ഇപ്പോൾ എന്നെ ചതിവിലൂടെയാണ് യുദ്ധക്കളത്തിൽ തോൽപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ ചതഞ്ഞക്കാർ എന്നെ തോൽപ്പിക്കുന്നവൻ്റെ ശിരസിലാണ്. ഞാൻ ബന്ധുജനങ്ങളുടെ മധ്യത്തിൽ രോഗാതുരനായി, വൃദ്ധനായി, അവർ ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തല്ല. ഞാൻ യുദ്ധകളത്തിലാണ്. എനിക്ക് വീരസ്വത്വമാണ് ലഭ്യമാകും. ഇങ്ങനെ തൻ്റെ ഇടത്തോടുകൂടി, പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി, തൻ്റെ ശക്തിക്കനുസരിച്ചുള്ള പ്രവർത്തനത്തിൽ പൂർണ്ണമായി തൃപ്തിയുള്ളവനായി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സ്വർഗം തുറന്ന ദേവകൾ പുഷ്പവൃഷ്ടി നടത്തിയതായി പറയുന്നു. അതുപോലെ തന്നെ ധർമ്മപുത്രൻ ധർമ്മത്തിൻ്റെ കാവൽഭടനായി നിൽക്കുന്നവനാണെന്ന് പറയുന്നെങ്കിലും അദ്ദേഹം സ്വന്തം ശക്തിയിൽ ധൈര്യമില്ലാത്തവനായിട്ടാണ്, ക്ഷത്രിയനായിട്ടും തന്നോട് അധർമ്മപൂർവ്വം പിടിച്ചു വെക്കുന്നതിനെ വാങ്ങാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണ് കാട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞ് മാർക്കണ്ടേയനെ അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാം നമ്മുടെ ശക്തിക്കനുസരണം ദൈവേഷ്ടം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ ചെയ്യുകയാണ്. ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കൃതജ്ഞരായിരിക്കും. ലഭ്യമാകാത്തവയൊക്കെ ദൈവേഷ്ടമല്ലാത്തതുകൊണ്ട് എന്ന് വിചാരിച്ച് സമാധാനങ്ങൾ. പ്രാർത്ഥനയിൽ മുഴുകി നാം ലൗകികരാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും നാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയോട് ആവലാതികൾ പറയാറുണ്ട്. ഈ ആവലാതികൾ കേൾക്കുന്നവർ നമ്മോട് സ്നേഹം നടിച്ച്, സഹതാപം നടിച്ച്, ആശ്വാസത്തിൻ്റെതായ വാക്കുകൾ പറഞ്ഞു വരും. പക്ഷേ കൂടുതൽ പേര് നമ്മൾ നടന്നു മാറുമ്പോൾ നമ്മുടെ പിറകിൽ നിന്ന് നമ്മെ പരിഹസിക്കുന്നവരാണ്. നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ആവലാതികളെ പറയുക. നമ്മുടെ കിടക്കരയിൽ കഥകളച്ച് അവനോട് യാചിക്കുക. യഹൂദന്മാരെ പോലെ പള്ളികളിലോ കുരിശുത്തൊട്ടികളിലോ പോയി നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കഴിക്കുമെന്ന് ക്രിസ്തു പറയുന്നു.
അതുകൊണ്ട് രഹസ്യത്തിൽ നമ്മുടെ പിതാവിനോട് നമ്മുടെ ആവലാതികളെ പറയുക. നമ്മുടെ ആവലാതികളെയും നമ്മുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നീക്കുവാൻ കഴിവുള്ള ഏകൻ അവൻ മാത്രമാണ്. അവിടെ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ആവലാതികളും ദുഃഖങ്ങളും പരിഭവങ്ങളും ഭാരങ്ങളും മുഴുവൻ ഈശ്വരനിലേക്ക് പകർന്നിട്ട് സന്തോഷത്തോടുകൂടി പുറത്തിറങ്ങുക. എല്ലാ മനുഷ്യരിലും എന്തെങ്കിലുമൊക്കെ നന്മയുണ്ട്. നന്മയില്ലാത്തതായ ഒരു മനുഷ്യരും സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും പല കാര്യങ്ങളും നാം തിന്മയുടെ രൂപത്തിൽ ചെയ്തു പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആത്യന്തികമായ നന്മയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈശ്വരൻ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. മുതിർന്നവർ എന്ന് പറയുന്നത് അനുഭവങ്ങളുടെ കേദാരഭൂമിയാണ്, അറിവിൻ്റെ അക്ഷയക്കരയാണ്. അവരെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ അതുപോലെ പ്രായമുള്ളവർ പകരം സ്നേഹവും കരുണയും ചെയ്യാവുന്ന കരുതലുകളും നൽകേണ്ടതാണ്. മുതിർന്ന തലമുറ അടുത്ത തലമുറയോട് പരസ്പരം പൂരകമായി വർത്തിക്കേണ്ടത്. ഒരു കുടുംബം നിലനിന്ന് പോകണമെങ്കിൽ ഈ പരസ്പര പൂരകമായ ഒരു പ്രവർത്തനം ആവശ്യമാണ്. എന്നാൽ പ്രായമായവർക്ക് മുൻചുണ്ടിയുണ്ടാവാം. അവരുടെ ആരോഗ്യത്തിൻ്റെ കുറവ് കൊണ്ട് അവരുടെ മനസ്സെത്തുന്നിടത്ത്, അവരുടെ ചിന്തകളെത്തുന്നിടത്ത് അവരുടെ ശരീരം എത്താത്തതിലുള്ള വിഷമം അവരെ വളരെയേറെ മതിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ശാഠ്യവും മുൻചുണ്ടിയും ലുപ്തുമൊക്കെ അവരുടെ സ്വഭാവത്തിലാണ്. ഇത് ചെറുപ്രായക്കാർ മനസ്സിലാക്കേണ്ടതാണ്. തങ്ങളും രോഗത്തിലായിത്തീരുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ പനി പോലെ തന്നെ വന്നാൽ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിക്ക് അല്പം ഒരു ക്ഷീണം സംഭവിക്കുമ്പോൾ നാം ദേഷ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ പ്രായമേറിയവർക്ക് അവരുടെ ശരീരത്തിന് പലവിധമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അവരുടെ ചിന്തയ്ക്ക് മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ ദേഷ്യപ്പെട്ടാൽ അവരോട് കരുണയുള്ളവരായി യുവതലമുറ പെരുമാറേണ്ടതാണ്. ധനമാണെങ്കിലും അധികാരമാണെങ്കിലും അവകാശമാണെങ്കിലും മുതിർന്ന തലമുറ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേണ്ടതാണ്. അതുപോലെ കുടുംബം എപ്പോഴും സന്തോഷമുള്ള ഒരു കേന്ദ്രമായി ശ്രദ്ധ വെക്കണം. MTയുടെ വ്യക്തികൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിൽ അമ്മ മക്കളെല്ലാവരും പലയിടത്തായിരിക്കുമ്പോഴും ഓരോരുത്തർക്കും എഴുതുന്ന കത്തിലെഴുതും, ജ്യേഷ്ഠനെ നീ വിളിച്ചിരുന്നുവോ, അദ്ദേഹത്തിന് കത്തെഴുതിയിരുന്നു, അവനെന്തുണ്ട് വിശേഷം? അവരോട് തിരിച്ചു ചോദിക്കും, അനുജനെ നീ വിളിച്ചിരുന്നോ, അവന് കത്തെഴുതിയിരുന്നോ, അവനവിടെ സുഖം തന്നെയാണോ, ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടോ എന്ന് നീ അന്വേഷിച്ചുവോ? MT കഥാപാത്രമായി തന്നെ സംസാരിക്കുകയാണ്. അമ്മ മരിച്ചു കഴിയുമ്പോൾ ഈ വീടുകളെല്ലാം കുറയും. ഒരാണ്ടിലെ ആ ശ്രാദ്ധത്തിനെത്തുമ്പോഴേക്ക് ഓരോ മക്കൾ വരാതെയാണ്. നമ്മൾ സാധാരണ വീടിന് മുൻപിൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമെന്ന നിലയിൽ വിത്തുകൾ കൊണ്ട് കതിർക്കുല തൂക്കാറുണ്ട്. അതിൻ്റെ കെട്ടഴിയുമ്പോൾ ഈ വിത്തുകൾ ഓരോന്നും വേറെ വേറെ ചിന്നിച്ചിതറുന്ന പോലെയാണ്. അമ്മമാരുടെ ഈ കൂട്ടായ്മ, ഈ കെട്ട് മക്കളുടെ മേലുള്ള അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ മേലുള്ള കെട്ട് വിട്ടുപോകുമ്പോൾ ഇവരെല്ലാം വേറെ വേറെയായി. അമ്മമാരാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൻ്റെ തങ്ങളുടേതായ കുടുംബത്തിൻ്റെ മുഴുവൻ, മക്കളുടേത് മാത്രമല്ല, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പ്രധാന കണ്ണിയായിരിക്കും. അതുപോലെ അതിഥികളായി എത്തുന്നവരെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, സൽക്കരിക്കാൻ, കടന്നു ചെല്ലുന്ന വീട്ടിൽ എപ്പോഴും ആർക്ക് വേണമെങ്കിലും ധൈര്യപൂർവ്വം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് എപ്പോഴും ആ വീട് അതിഥികളെ ഉൾക്കൊള്ളുന്ന ഒരു വീടാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുവാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുതുതലമുറയ്ക്ക് സഭാജ്ഞാനവും ആത്മീയ നിറവും പ്രാർത്ഥനയുടേതായ അനുഭവവും പൂർണ്ണമായും പങ്കുവയ്ക്കുന്നതിന് സ്ത്രീകൾക്കാണ് സ്വാഭാവികമായുള്ള കഴിവ്. അമ്മമാരാണ് മക്കളുമായി ഏറ്റവും ചേർന്നത്, കൊച്ചുമക്കളുമായുമാണെങ്കിലും ഏറ്റവും ചേർന്നത്. അതുകൊണ്ട് അവരെ സ്നേഹത്തിൽ തങ്ങളുടെ മടിയിൽ ഇരുത്തി പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന്, അവരെ കൂടെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിന്, സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ
ഭാഗഭാക്കാക്കുന്നതിന്, മുൻകാല രീതികളെ പറഞ്ഞു കൊടുക്കുന്നതിന്, തലമുറയുടെ പിന്തുടർച്ച ഉറപ്പുവരുത്തുന്നതിന് ഈ അമ്മമാരുടെ സ്നേഹപൂർവമായ കരുതലും പഠിപ്പീരുമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതുപോലെ ഭാര്യാഭർത്തൃബന്ധം ഏറ്റവും സ്നേഹവും പ്രേമവും സഹവർത്തിത്വവും നർമ്മവും ദൈവചിന്തയും പ്രാർത്ഥനയും ചർച്ചകളും കൂട്ടായ്മയും നിറഞ്ഞതാകേണ്ടതാണ്. കത്തോലിക്കരുടെ ഇടയിൽ ഒരു രീതിയുണ്ട്. സന്ധ്യയ്ക്കും രാവിലെയും പ്രാർത്ഥന കഴിയുമ്പോൾ അന്യോന്യം സ്തുതി കൊടുക്കുന്ന ഒരു രീതി. അന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ പിണക്കങ്ങൾ നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്കിടയിലൊക്കെ സ്തുതി കൊടുക്കാറുണ്ട്. നാം ആ പള്ളിയിൽ വന്നിരിക്കുന്ന എല്ലാവരോടും അന്നേവരെ ചെയ്തിരിക്കുന്നത് മുഴുവൻ ക്ഷമിക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ്. ദൈവസ്നേഹത്തിൽ ഒരുമപ്പെടുന്നതിൻ്റെ പ്രതീകമാണ്. അതുപോലെ ദിനം പകൽ മുഴുവനും രാത്രിയിൽ നാം ചെയ്തു പോയ പറഞ്ഞു പോയ വാക്കുകൾ അനിഷ്ടമായ അഹിതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കൈസ്തുതിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു നല്ല പാരമ്പര്യമാണെന്ന് എനിക്ക് തോന്നിയത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് കിടക്കാത്ത രീതിയിൽ ഭാര്യമാർ താഴ്ത്തം കൊടുക്കേണ്ടതുണ്ട്. നന്മ നിറഞ്ഞ മനസ്സ്, സ്നേഹം നിറഞ്ഞ മനസ്സ് അത് സ്ത്രീക്കാണ് ഏറെ സ്വന്തമായത്. അവൾക്കാണ് പ്രലോഭനകാരി എന്ന ആദ്യമിനെ ഹവ്വയെ തന്നെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഭർത്താവിനെ അനുഭവിക്കുന്ന സ്നേഹത്തിലേക്ക്, തൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് സ്ത്രീക്കും സ്വയം വിശ്വസിച്ച് നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം, സ്നേഹത്തിലേക്ക് തൻ്റെ കുടുംബത്തെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു ശ്രമം സ്ത്രീകൾക്ക് സ്വതവേ ഉള്ളതാണ്. അത് ഏറ്റവും നന്നായി പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. ഇന്നത്തെ സമൂഹത്തിൽ സമയവും പണവും രണ്ടും വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ്. അത്യാവശ്യം, ആവശ്യം, ആഡംബരം, അനാവശ്യം ഇവയൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കും. സ്വഭാവവും പണവും സമയവും മൂന്നും നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാനാവുന്നത്. ഇത് മൂന്നും പോയതാണ്. വീണ്ടും വേറെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ രീതി എന്താണ്, കുടുംബത്തിൻ്റെ പാരമ്പര്യം എന്താണ്, നാം എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നെല്ലാം സ്വയം ചിന്തിച്ചിട്ടും മാത്രം പ്രവർത്തിക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ സ്വാർത്ഥതയും അഹങ്കാരം രണ്ടും നാശകാരികളാണ്. എന്തിനെ കൊണ്ടാണ് നാം സന്തോഷിക്കേണ്ടത്, എന്തിനെ കൊണ്ടാണ് നാം അഹങ്കരിക്കേണ്ടത്? എല്ലാം നിമിഷം കൊണ്ട് നഷ്ടപ്പെടാവുന്നതാണ്. കുടുംബം, മാനം, പണം, ജോലി, വിദ്യാഭ്യാസം എല്ലാം ഒരു രോഗം വന്നാൽ തീരാനുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ഒന്നുകൊണ്ടും നമുക്ക് കുറയ്ക്കാനുമില്ല. ദൈവം നിശ്ചയിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നാം മോശക്കാരെന്ന് കരുതുന്നവരെ അത്യുന്നത പദവിയിലേക്ക് എടുത്തു വയ്ക്കാനും നാം ഏറ്റവും മികവെന്ന് കരുതിയതിനെ നിമിഷം കൊണ്ട് തകർത്ത് കളയാനും കഴിയുന്നവരാണ്. കളപ്പുരയെ കൂട്ടിവെച്ച ആ ധനികനെ പോലെ വീണ്ടും ഞാൻ കളപ്പുരകൾ പണിയും, നിറയെ ധാന്യം കൂട്ടിവെക്കുമെന്ന് പറയുമ്പോഴാണ് ദൈവം പറയുക, ഇന്ന് രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ ഈ കളപ്പുരകൾ നിനക്ക് എങ്ങനെ പ്രയോജനപ്പെടും? അപ്പോൾ ഒന്നിനെ കൊണ്ട് നമ്മൾക്ക് അഹങ്കരിക്കാൻ. പണ്ട് കാലത്തുള്ളവർ പറയാറുണ്ട്, മക്കളെ കണ്ടും മാമു കണ്ടും കൊതിക്കരുത്. എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാവുന്ന ഐശ്വര്യങ്ങളെ ദൈവം നമ്മൾക്ക് തരുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ലഭ്യമായിരിക്കുന്ന അവസ്ഥകളെ, ആ സൗജന്യങ്ങളെ നീ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓരോ നന്മയും നമ്മുടെ ഗ്രഹത്തിലുണ്ടാവുമ്പോൾ നാം അത്രയേറെ വിനയപ്പെട്ട് അത്രയേറെ വിഷമിച്ച് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കണം. കാരണം ഉയർച്ചയിൽ നിന്നുള്ള വീഴ്ച വളരെ വലുതാണ്. അത് നമുക്ക് താങ്ങാനാവുന്നതാണ്. നമ്മൾ സാധാരണക്കാരായിരിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തയില്ല. പക്ഷേ ഓരോ പടവുകൾ കയറുമ്പോഴും നമ്മൾ വളരെയേറെ വിനയപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ മക്കൾക്ക് ഓരോരോ ഉയർന്നതായ ജോലിയും നല്ല ബന്ധങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നാം അതിൽ സന്തോഷിക്കുന്നില്ല. മറിയത്തിനെ പോലെ അത് മനസ്സിൽ ഗ്രഹിച്ച് ദൈവത്തോട് തന്നതൊന്നും നഷ്ടപ്പെടുത്തരുതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായ അമ്മമാരുടെ കൂട്ടമാണ്. അതുകൊണ്ട്
കിട്ടിയിരിക്കുന്ന നല്ല നല്ല അനുഭവങ്ങളെക്കുറിച്ച് കൃതജ്ഞത നിറഞ്ഞതായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് കാണാം. ഈ ലോകത്ത് ഇത്രയും കാലം ജീവിക്കാനിടയിൽ എത്ര വാർഷിക കോൺഫറൻസുകൾ നമ്മൾക്ക് അനുഭവിക്കാൻ അതിൽ പങ്കാളികളാകാൻ പറ്റും. ഇത്രയേറെ കാലം നമ്മെ ഏൽപ്പിച്ച എല്ലാ ജോലികളും നാം വളരെ സന്തോഷത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ചെയ്തവർ ലഭിച്ച എല്ലാ നിമിഷങ്ങൾക്കും, എല്ലാ സൗജന്യങ്ങൾക്കും, എല്ലാ നല്ല പങ്കാളികൾക്കും, നല്ല മക്കൾക്കും, നല്ല സൗഹൃദങ്ങൾക്കും, നല്ല കുടുംബത്തിനും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം നമ്മുടെ മനസ്സിനെ താഴ്മപ്പെട്ട് ദൈവത്തിന് മുൻപിൽ വീണ്ടും സ്നേഹവും കരുണയും നമ്മുടെ മേലുണ്ടാകണമെന്ന് യാചിച്ചുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഇവിടെയുള്ള സഭകൾക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഡോക്ടർ ഷേബി ഗുരുവിന് ഭരതമറിയ വനിതാ സമാജത്തിന്റെ സ്നേഹോപഹാരം നൽകുന്നതിനായി അഭിമന്യ ഡോക്ടർ യോഹാൻ മധ്യസ്ഥിതിമേനെ പൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടീച്ചറുടെ പ്രിയപ്പെട്ട മാതാവ് ശ്രീമതി ലീലാമകുരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വാത്സല്യമുള്ള അമ്മയുടെ പ്രശസ്തയായ മകൾക്ക് വിവാഹം പ്രദാനം ചെയ്തു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി മർത്തമറിയ വനിതാ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ആദരണീയനായ ഫാദർ മാത്യു വർഗീസ് പുൽമോട്ടിലിനെ സാദരം ക്ഷണിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി ആദരണീയനായ മേജർ ഫാദർ ഇ കെ ജോർജ് കുലസ്കോപ്പായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവേശുവിശേഷപ്പെട്ട സഹോദരികളെ, ഒരു വലിയ സംരംഭത്തിൽ തുടങ്ങിയാണ്. 3 ദിവസവും ഏകാഗ്രതയോടെ ഇരുന്ന് നമ്മുടെ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും നല്ലൊരു പോഷണം ലഭിച്ച് തിരികെ പോകുന്നതിന് ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു. ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് പ്രസംഗങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഇവിടെ നടക്കുന്നതായ മറ്റ് ഇതര കലാപരിപാടികളും എല്ലാ കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ വന്നുകൂടിയിരിക്കുന്ന ഒരു പരിശുദ്ധമായ പരിപാവനമായ ഒരു സ്ഥലത്താണ്. പരിശുദ്ധനായ പാപ്പാടി തിരുമേനി, അതുപോലെ തന്നെ അതോടൊപ്പം പരിശുദ്ധനായ പാറയുടെ തിരുമേനിയും അന്ത്യവിശ്രമം കൊള്ളുന്ന സമർപ്പണങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നുകൂടിയിരിക്കുന്നത്. ആ ദേവാലയത്തിൽ ഒത്തുചേരുന്നതിനും യാമപ്രാർത്ഥനകളിൽ അവർ സംബന്ധിക്കുന്നതിനും ഇടവരുന്നത് തന്നെ ഒരു സ്വർഗീയ അനുഭവമാണെന്ന് അവർ അനുഭവിച്ച അറിയാൻ ഓരോരുത്തർക്കും അറിയാവുന്നവരും നിങ്ങളോട് അറിയുകയാണ്. അവരോട് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ആ കമണ്ടത്തിൽ നിന്ന് പോയി പ്രാർത്ഥിക്കാൻ, അനുഗ്രഹം പ്രാർത്ഥിക്കാൻ, തനിക്കുള്ളതിൽ നിന്ന് ധാരാളമായി എൻ്റെ വരവറിയാൻ സാധുക്കളെ സ്നേഹിച്ചിരുന്ന അവർക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നിരുന്ന കുഷ്ഠരോഗികളിൽ തന്നെ ഒപ്പം പിടിച്ചിരുത്തി അവരെ സത്കരിച്ചിരുന്ന, ഇവിടെ വിശന്നും ദാഹിച്ചും ബുദ്ധിമുട്ടി പാർപ്പിടത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും മക്കളുടെ വിവാഹത്തിന് വേണ്ടിയും ഒക്കെ വരുന്നതിനായ ആളുകളെ കരുതിയിരുന്ന ഒരു തിരുമേനിയായിരുന്നു. കടം ചെയ്ത
തീരുന്ന സമയം വരെ ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടായിരുന്ന നിങ്ങളെ കാത്ത് പരിപാലിച്ച വഴി നടത്തട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായാലും അതിജീവിക്കാനുള്ള കരുതൽ ശക്തിയിട്ടുണ്ട് നൽകട്ടെ. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. അങ്ങനെ ഈ 3 ദിവസം അനുഗ്രഹപ്രദമായി ഇവിടെ നിങ്ങൾ ആർജിക്കുന്നതായ ആത്മീയ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതങ്ങളും പ്രയോജനപ്രദമായി നൽകുവാൻ ദൈവം സംഗതിയാകട്ടെ. ഈ യോഗത്തിനും നമ്മൾ തന്നെ ഈ കൂടിവരവിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് വാക്കുകളും സാധിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് കോട്ടയം വനിതാ സമാജം വൈസ് പ്രസിഡന്റ് വഴക്കൽ ഫാദർ എബ്രഹാം അച്ഛൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിയന്യ തിരുമേനി, വിശിഷ്ട അതിഥികളിൽ, ഈ സമ്മേളനത്തിൻ്റെ എല്ലാമായിരിക്കുന്നതായ വിവിധ ദേവാലയങ്ങളിൽ വന്നിരിക്കുന്ന അതിഥികളെ ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. പാമ്പാടി തയ്യാറായി ആദ്യമായി എത്തുന്ന ആളുകൾ ഒന്ന് കൈമുക്കിയ സന്തോഷമായിരുന്നു. നല്ല ആളുകൾ ആദ്യമായി എത്തുന്നു എന്ന കാര്യം സന്തോഷത്തോടെ ഞാൻ ഈ സമയത്ത് സ്മരിക്കാൻ കഴിയാറുണ്ട്. പരമ്പര പള്ളിയിൽ നിങ്ങൾ പല ആളുകളും പോയി അവിടെ ഒരു ദിവസമെങ്കിലും താമസിച്ച് ധ്യാനിച്ചതാണ്. പരമ്പര തിരുവേലിയുടെ കവറുകൾ തുടങ്ങി അതിപരിശുദ്ധമായ ഒരു സ്ഥലമാണ് പാമ്പാടി തയ്യാറ. ഇവിടെ 3 ദിവസമായിരുന്നപ്പോൾ ദൈവം നിങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നതായ സുവർണ്ണ അവസരമായിട്ട് ഇത് ആയിത്തീരട്ടെ എന്ന് കൃത്യമാണ് ഈ സമയത്ത് ആശംസിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ സന്ദർശിച്ചതായ ചെന്നൈയിൽ വന്നതായ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. ഞാൻ അതിൽ ചോദിച്ചു, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? 8 പേരുടെ സംഘത്തിലെ 6 പേരും ആദ്യമായിട്ട് വരികയാണ് പറഞ്ഞത്. പാമ്പാടി തിരുവേലിയെ പറ്റി എന്തറിയാമെന്ന് ചോദിച്ചപ്പോൾ ആ വരാത്ത 6 പേരും പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഒന്നും അറിഞ്ഞുകൂടാതെ. ഒരുപക്ഷെ ഇപ്പോൾ കൈമുക്കിയ അനേകം ആളുകൾ പാമ്പാടി തിരുവേലിയെ പറ്റി കാര്യമായി അധികം അറിയാത്ത ആളുകളായിരിക്കാം. ഒരു കാര്യം മാത്രം പാമ്പാടി തിരുവേലിയെ പറ്റി പറഞ്ഞുകൊണ്ട് എൻ്റെ ആശംസ പറഞ്ഞിട്ടുള്ളത്, കുന്നംകുളം ദേശത്ത് നിന്ന് വന്നതായ ആളുകൾ കൊണ്ട് കൈമുക്കി കുന്നംകുളം ഭദ്രാസനം 10-20 പേരെങ്കിലും നടത്തുന്നത്. പാമ്പാടിക്കായേക്കാൾ കൂടുതൽ തിരുവേലിയെ അറിയാവുന്ന കുന്നംകുളംകാർക്ക് ഏകദേശം 80 വർഷം പുറകിൽ കുന്നംകുളം ദേശത്തെ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു. കേരളത്തിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചതായ വളരെ ചുരുങ്ങിയതായ ചരിത്രമേ ഉള്ളൂ. അതിലൊന്ന് ഈ കുന്നംകുളത്തെ ചരിത്രമാണ്. കുന്നംകുളം ദേശത്തെ പ്രത്യേകത വീടുകൾ അടുത്തടുത്ത് ആളുകളാൽ ഇതുപോലുള്ള രോഗങ്ങൾ വന്നാൽ ആ ദേശം മുഴുവനും അത് നക്കിക്കുന്നത് പോലെ രോഗത്തിന് പിടിയിലാണ്. നമ്മുടെ ആളുകൾ ഇനിപ്പാർക്കുന്ന ദേശമാണ് കുന്നംകുളം. അനേകം ആളുകൾ പിടഞ്ഞു മരിച്ചപ്പോൾ അതിന്റെ മധ്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ധൈര്യം കാണിച്ചുകൊണ്ടാണ് ചെല്ലുകയും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതായ ആ നിമിഷം തന്നെ ആ രോഗം കുന്നംകുളത്തിലൂടെ വഴിമാറുകയും ചെയ്തു. 35 ദിവസത്തോളം അവരുടെ കൂടെ താമസിച്ച് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ആ പ്രദേശത്തുകൂടി ത്രാസ് നടത്തി ആ രോഗത്തെ കേരളത്തിൽ നിന്ന് നാടുകടത്തിയിട്ടാണ് ആ പിതാവ് പാമ്പാടിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രോഗങ്ങളുടെ വലിയ പിടിയൊന്നുമല്ല. പക്ഷേ ദൈവം പല പല രീതിയിലെ കൊച്ചു കേരളത്തെയും ചില കാര്യങ്ങൾ പരീക്ഷിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാമ്പാടിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഈ വർഷങ്ങളിൽ 18 പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടായി. അതുകൊണ്ട് നിൽക്കുക ചുമതലക്കാരിലാണ്. അതോട് ചേർന്ന് തന്നെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോഗത്തിന്റെ അഖില തലത്തിലെ സമ്മേളനം നടന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഈ വർഷത്തെ 20ാമത്തെ വലിയ സമ്മേളനമാണ്. ഈ കഴിഞ്ഞ 19 സമ്മേളനങ്ങളിലും വലിയ പ്രയാസമൊന്നും പാമ്പാടി അനുഭവിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട 3 കുളങ്ങൾ പറ്റി വരലും ഇതുവരെ
ചെയ്തു പോയിട്ടുണ്ട്. അത് ലഭിക്കുന്നവർ വേറെ ഒരു സംഘടനകളെ ഏൽപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അത് ലഭിച്ചു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് പാപ്പാടിയുടെ മാനേജർ ഫാദർ മാത്യു കെ ജോണിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. അഭ്യുന്നത തിരുമേനി, മന്യബിസ്കോപ്പമാരെ, മന്യമേരിയസിലെ പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, പരിശുദ്ധ കുർബാന തക്സയിലെ ഒരു പ്രാർത്ഥനയുടെ ശകലം മാത്രം നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയും, കുർബാന തക്സയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവമേ, നീ ഞങ്ങളിൽ വന്ന് വസിച്ച് വളർന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുമാറാകണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, നീ ഞങ്ങളിൽ വന്ന് വസിച്ച് വളർന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുമാറാകണമേ. പരിശുദ്ധനായ പാപ്പാടി തിരുമേനിയുടെ കബറിനോടനുബന്ധിച്ച് അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വളർന്ന് ജീവിച്ചിരിക്കുമ്പോഴും കാലം ചെയ്തതിന് ശേഷവും തൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ തിരുശേഷിപ്പിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അനർഗളമായൊരു പ്രവാഹം ഈ ലോകത്തിന് കാഴ്ചവെച്ച് ഇന്നും പരിശുദ്ധനായിട്ട് നിലകൊള്ളുന്ന പരിശുദ്ധനായ പാപ്പാടി തിരുമേനിയുടെ കബറിടത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വന്യ അച്ഛൻ നിങ്ങളെ ഓർമ്മിച്ചു. കുന്നംകുളത്ത് ആ പരിശുദ്ധാത്മാവിനെ നിർവഹിച്ചെന്നിട്ട് പറഞ്ഞു, മക്കളെ ഈ വഴിയാരും മരിക്കുകയില്ല, 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അവിടെ ആ രോഗം പെട്ടെന്ന് ഭേദമായി. പിന്നീട് അവിടെ ആരംഭിച്ചില്ല. ഇന്നും ഒരു അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്. അമ്മച്ചി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, എനിക്ക് രോഗം വന്നപ്പോഴാണ് തിരുമേനി വന്നത്, എൻ്റെ തലയിൽ ജീവിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് അമ്മച്ചിയോട് എന്തെങ്കിലും ചോദിച്ചാൽ അമ്മച്ചിക്ക് വേറൊന്നും പറയാനില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി എന്ന് മാത്രമേ പറയാനുള്ളൂ. തിരുമേനിയുടെ കരസ്പർശനം എന്നതുകൊണ്ട് ഒരിക്കൽ തിരുമേനി ഇവിടെ നിന്ന് മല്ലപ്പള്ളി വഴി വെണ്ണിക്കുളത്ത് ഒരു പ്രോഗ്രാമിന് പോകില്ല, കാളവണ്ടിയിലാണ് യാത്ര. മല്ലപ്പള്ളി എടുത്തപ്പോൾ ഒരു മനുഷ്യനെ വിഷം തീറ്റിയിട്ട് വിഷകാരിയുടെ വീട്ടിൽ കൊടുത്തിരിക്കും. 100 പേരവിടെ കൂടിയിരുന്നു. വിഷകാരി പറഞ്ഞ ആള് മരിച്ചു പോകും, അബോധാവസ്ഥയിലായി, ഇനി രക്ഷയില്ല, അറിയിക്കുന്നവരെ അറിയിച്ചോളൂ. പക്ഷെങ്കിൽ അവിടെ നിന്ന് 100 പേര് ഹിന്ദുക്കളുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, പല സഭാവിഭാഗങ്ങളുണ്ടായിരുന്നു. പാമ്പാടി തിരുമേനിയുടെ കാളവണ്ടിക്കെതിരെ പോയപ്പോൾ ഈ 100 പേരോട് പറഞ്ഞാണ്ട് പാമ്പാടിന്റെ തിരുമേനി പോകുന്നു, നമുക്കൊന്ന് പ്രാർത്ഥിപ്പിക്കാം. എല്ലാവരും കൂടി വന്നു. തിരുമേനിയെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, തിരുമേനി ഒരാളെ എനിക്കറിയാം, ഒന്ന് പ്രാർത്ഥിക്കണം. മക്കളെ ഞാൻ വരാമെന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ നിന്നിറങ്ങി തൻ്റെ ശ്രീവായു എടുത്ത് ആ അബോധാവസ്ഥയിൽ കിടന്ന മനുഷ്യന്റെ മുഖത്ത് ശ്രീവ അമർത്തി 10 മിനിറ്റ് സമയം തിരുമേനി പ്രാർത്ഥിച്ചു. 10ാമത്തെ മിനിറ്റിൽ ആ മനുഷ്യൻ കണ്ണു തുറന്നിട്ട് എഴുന്നേക്കാൻ ഒരുങ്ങുമ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് എന്തെങ്കിലും ഭക്ഷണം കൊടുപ്പിക്കണം. നമ്മുടെ കർത്താവ് ഒരു ബാലികയെ ഉയർത്തിയിട്ട് പറഞ്ഞ സെന്റൻസ് അത് തന്നെയാണ്, അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും. പ്രിയമുള്ളവരെ, പാമ്പാടി തിരുമേനിയും ഇന്നത്തെ തിരുമേനി അച്ഛനും ബാവായും പോപ്പും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. പോപ്പോ കാതോലിക്ക ബാവായോ മെത്രാച്ചനോ അച്ഛനോ റമ്പാച്ചനോ മോർബിസ്കോപ്പയോ ആരെങ്കിലും ഇന്ന് ഇങ്ങനെയൊരു ക്രൈസിസ് ലോകത്തിലുള്ളപ്പോൾ അതിലെ പോയാലും ആരും തടഞ്ഞു നിർത്തില്ല. ഇതാണ് പാമ്പാടി തിരുമേനിയും ഇന്നിൻ്റെ അനുഭവം തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ട് ആ തിരിച്ചറിവ് ഇവിടെ വെച്ച് നിങ്ങളൊന്ന് പ്രാപിക്കണം. ഞാനിവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, നമ്മളിപ്പോൾ ഇങ്ങനെ വീശുന്നു. തിരുമേനിയൊക്കെ ഇവിടെ വന്ന് ഒരു മുട്ടക്കൊന്നിൻ്റെ 100 വർഷം മുമ്പ് ഒരു ഭയങ്കര കാടായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ എത്രമാത്രം ആവിയും ക്ഷീണമൊക്കെ സഹിക്കാനും ഈ സഹനശക്തി കുറവാണ്. അവർക്ക് പട്ടിണി സഹിക്കാനും ഒക്കെ വഹിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നല്ല മനസ്സുണ്ടായിരുന്നുണ്ട്. അവർ ആത്മീയമായിട്ടൊന്ന് ഉയർന്നു. ഒരുപക്ഷെ ഇവിടെ വെള്ളമില്ലാതെ വരുന്നതുമൊക്കെ നമ്മളെ അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ ഇതുവരെ ഇവിടെ വെള്ളമില്ലാതെ വന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞു 3 കുളവും പറ്റിപ്പോയി. പക്ഷെ എനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. ഇവിടെ വന്നിട്ട് 8 വർഷമായി. ഈ 8 വർഷവും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാലും വലിയൊരു സന്തോഷത്തിന്റെ അനുഭവത്തിന് വേണ്ടി. അതുകൊണ്ട് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ പ്രതി എനിക്ക് നിങ്ങളെ ഓർമ്മിക്കാനായിട്ടുള്ളത് ഇത് മാത്രമാണ്. തിരുമേനി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകിക്കൊണ്ടിരിക്കുക തിരുമേനിയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ. അത് തിരുമേനിയുടെ കരസ്പർശമോ സാമീപ്യം എവിടെ ഉണ്ടായാലും എവിടെയെല്ലാം സന്തോഷമുണ്ടാകും. തിരുമേനി കാലം ചെയ്തു അതിപ്പോൾ തുടരുകയാണ്. കവറിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ വലിയ അനുഗ്രഹം കിട്ടും. ഒരിക്കലും ഒരു യുവാവെന്നോട് പറഞ്ഞു, പക്ഷേ എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ എന്നെ സഹായിക്കണം. ഞാനുടനെ ചിരിച്ചോട്
പക്ഷെങ്കിൽ താൻ പോയി അവിടെ ഒരു തിരുമേനിയുണ്ട്, തിരുമേനിയുടെ കവറുടെ മുമ്പിൽ പോയി തിരുമേനിയോട് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതോ അധികവും കിട്ടുമെന്ന് പറഞ്ഞു. ആ യുവാവ് ഒരു അരമണിക്കൂർ അവിടെ കൈകൊണ്ടിരിക്കുന്ന കണ്ടു. അദ്ദേഹം പോവുകയും ചെയ്തു. അന്ന് വൈകിട്ട് ഞാൻ സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് കവറിക്ക് ധൂപപ്രാർത്ഥന കഴിഞ്ഞ് നമസ്കാര മേശയുടെ അടുത്തോട്ട് വരുമ്പോൾ ഒരു സ്ത്രീ മകളെയുമായിട്ട് അവിടെ നിൽക്കി എന്നോട് പറഞ്ഞു, അച്ഛാ ഇവിടെ വിവാഹം ഓക്കെ, ഇവളുടെ പിതാവ് മരിക്കുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു ഇവളുടെ വിവാഹം ഉറച്ചാൽ അന്ന് തന്നെ അച്ഛനെ 2 ലക്ഷം രൂപ കിട്ടും. ഞാൻ ചോദിച്ചു, എന്തിനാ? ആരെങ്കിലും പാവപ്പെട്ടവരെ കല്യാണം ചെയ്തയക്കാനാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഉടനെ ചിന്തിച്ച് ഞാൻ രാവിലെ ആരാണ്ടോട് പറഞ്ഞില്ല, ഞാൻ ആരാണെന്ന് അന്വേഷിച്ചില്ല, ഏത് യുവാവാണ് ആരാണെന്ന് ഞാൻ അന്വേഷിച്ചില്ല. ഉടനെ ആ യുവാവിനെ കൊണ്ടുവന്നെയാണ് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ആ വീട്ടിൽ ഞാൻ എത്തിയത് അതൊരു മുസ്ലിം യുവാവായിരുന്നു. ഞാൻ ഒറ്റ ദിവസം മുസ്ലിം യുവാവിനെ കൊണ്ടുവന്ന ആളെ കൂട്ടി പോയ വഴിക്ക് ഈ സംഭവം മുഴുവൻ പറഞ്ഞു. ഇന്നുപോലെ ആന്റിയുടെ 2 ലക്ഷം രൂപ ഉള്ളത്. പക്ഷെ വീട്ടിൽ ഞാൻ ഞെട്ടാനിടയായി. അവിടെ ചെന്നു ഞാൻ ഈ ആന്റിയോട് പറഞ്ഞു, ഇന്നുപോലെ ആന്റിക്ക് കൊടുക്കാനുള്ള ആള് തേണ്ട. ഉടനെ ഈ ആന്റി ഈ യുവാവിനോട് ചോദിച്ചു, മോൻ എത്ര രൂപയാണ് വേണ്ടിയത്? അപ്പോഴാണ് ക്രിസ്ത്യാനി മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായത്. ആന്റി എനിക്ക് 50,000 രൂപ മതിയെന്ന് പറഞ്ഞു. ബാക്കി 1.5 ലക്ഷം രൂപ ആരെങ്കിലും പാവപ്പെട്ടവരെ കെട്ടിച്ചയക്കാൻ ആന്റി കൊടുത്തോളാം. അപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഈ പള്ളി കയറി നല്ല കവറത്തിന് മുമ്പിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, എൻ്റെ കർത്താവ് ഞങ്ങൾ തമ്മിൽ ഒരു യൂണിയനാണ്, അല്ലെ കർത്താവിൻ്റെ ആളാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഈ അനുഗ്രഹം എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു ചിന്തയില്ല. ദൈവത്തിന് മുൻപിൽ തന്നെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു നദി ഒഴുകുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. നദി ഒഴുകുമ്പോൾ 2 സൈഡിലും പലതരം വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. ഈ വൃക്ഷത്തിന് അനുഗ്രഹം വേണ്ടെന്നാൽ വെള്ളം കൊടുക്കുകയില്ല, അടുത്ത വൃക്ഷം മാത്രമേ എൻ്റെ വെള്ളം കൊണ്ട് വളർന്നാൽ മതി എന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ വലിയൊരു കരുണ. പരിശുദ്ധാത്മാവിന്റെ അടർക്കളമായ പ്രവാഹത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദൈവത്തെ കുറിച്ചാണ്. വേർതിരിത്യങ്ങളില്ലാത്ത, വ്യത്യസ്തതകൾ ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ അനുഭവം അതൊരിക്കലും രുചിച്ചറിയാൻ ഇടയായി. ഒരിക്കലും ഒരു തിരി കത്തിക്കാൻ പോലും, ഒരു ഉദ്ഘാടനത്തിന് തിരി കത്തിക്കാൻ പോലും കുതിരാത്തവരാണ് മുസ്ലിങ്ങൾ. ആ ഒരു മുസ്ലിം യുവാവ് ആ പരിശുദ്ധമായ അമ്പാടിയുടെ കവറടത്തിന് മുമ്പിൽ പോയി പരിശുദ്ധാത്മാവിന്റെ അനർക്കള പ്രവാഹത്തിൽ നിന്നപ്പോൾ അവന് ലഭിച്ചത് വലിയ അനുഗ്രഹമാണ്. എന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും വിശുദ്ധരായി തീരണം. നമ്മുടെ ഉള്ളിലും മാമോദീസായത്തിന് ലഭിച്ച പരിശുദ്ധാത്മാവിനെ വളർത്തണം. നിറഞ്ഞു കഴിയുമ്പോൾ അത് കവിഞ്ഞൊഴുകും. അപ്പോൾ നമ്മെ കൊണ്ടും ഈ വിശുദ്ധനെ കൊണ്ടെങ്കിൽ വിശുദ്ധയെ കൊണ്ട് ഈ ലോകത്തിന് കൊടുക്കാവുന്ന പല സംഭാവനകളും കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പാമ്പാടി ഞായറായി നമ്മൾ ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾ ആർജിക്കേണ്ടത്. ഇവിടെ ഒരു ശാന്തതയുണ്ട്, ഇവിടെ ഒരു പ്രത്യേക പരിപാവനമായ ഒരു അന്തരീക്ഷം. ഇതിനെ ഒന്നും ഖണ്ഡിക്കാനിടവരാതെ ഞാൻ മുമ്പേ പറഞ്ഞു, അനർഗണമായ പ്രവാഹത്തിന് മുമ്പിൽ ശാന്തമായിട്ട് നിൽക്കുക, സഹിക്കാനുള്ള ഒരു മനസ്സ്. പരിശുദ്ധനെ പാമ്പാടിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും മെക്സിക്കോയിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ 400 പേര് മരിച്ചെന്ന് സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് രഹസ്യപ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന തിരുവേലിയിലേക്ക് ഒരു യുവാവ് കൂടിയെന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് അരമണിക്കൂർ ആ പാവപ്പെട്ട മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി. പ്രിയമുള്ളവരെ, പറവൂരിൽ 112 പേര് മരിച്ചു, 400 പേർക്ക് പരിക്ക് പറ്റി. ഇത് കേട്ടപ്പോൾ എനിക്കോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയോ? പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാണ്. പാമ്പാടി തിരുമേനി ഉണ്ടായിരുന്നു എങ്കിൽ ഒരു ദിവസമെങ്കിലും ഉപവസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും ഒക്കെയുള്ള ഒരു വലിയ ആത്മാവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചേനെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് പ്രാർത്ഥനയുടെ ശക്തി കൂടുതൽ. എനിക്ക് എൻ്റെ അമ്മയോട് ഇപ്പോഴും അസൂയുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നത് പോലെ കരഞ്ഞോണ്ട്. ഒരു പ്രാവശ്യം കുർബാനയിൽ വേണ്ടി മരിക്കണമെന്ന്, പക്ഷേ ഇതുവരെ സാധിച്ചില്ല. 19 വർഷമായി അച്ഛനായി. എല്ലാ യാമങ്ങളിലും എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നു. അത് രാവിലെ 9 മണി, 12 മണി, 3 മണിയൊക്കെ ആകും. കൃത്യം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പാപ്പാക്കട നമസ്കാരമായിട്ട് പോകുന്ന കാണാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കാണാം. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ കേട്ടിട്ടുള്ളതാണ്. പാമ്പാടി തിരുമേനിയിൽ ഒരു കണക്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ എന്ത് പ്രശ്നം വീട്ടിലുണ്ടായാലും പറയും, 3 ദിവസം
പ്രശ്നം തീരും. മൂന്നാം ദിവസം മല പോലെ വന്ന പ്രശ്നം എലി പോലെ പോകുന്നത് കണ്ണുകൊണ്ട് കണ്ടാണ് ഞാൻ വളർന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും പരിശുദ്ധനായ പമ്പാടിത്തിരുമേനിയിൽ നിന്ന് സ്വാംശീകരിക്കാവുന്നതാണ്. ഏറ്റവും വലിയൊരു കാര്യം, 14-ാം വയസ്സിൽ ഒരു യുവ ഷമ്മാശനായിരുന്നപ്പോൾ വരൾച്ച ഉണ്ടായപ്പോൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വലിയ ശക്തമായ മഴ പെയ്യാനിടയായി. തൻ്റെ ദൗത്യത്തിനിടയ്ക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, പ്രത്യേകിച്ച് അന്നത്തെ കാതോലിക്ക ബാബ ബെസേലിയോസ് ഗിർഗീസ് ബാബ സഭയ്ക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഇവിടെ വരും. പാപ്പാടി തിരുമേനിയെ കൂട്ടി പരുവല തിരുമേനിയുടെ കവറയ്ക്ക് പോയി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. സഭയുടെ പ്രശ്നങ്ങൾ തീരും. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം ഇമിറ്റേറ്റ് ചെയ്യുക. കൂടുതൽ സമയം തിരുമേനിയുടെ കവറത്തിന് മുൻപിൽ തിരുമേനിയെ കുറിച്ചുള്ള ചിന്തകളും തിരുമേനിയിൽ ദൈവം പ്രവർത്തിച്ച ഇപ്പോൾ തിരുമേനിയിൽ നിന്ന് അനർഗളമായിട്ട് പ്രവഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയാനായിട്ട് ശ്രമിക്കുക. ഏതൊരു വിശുദ്ധന്റെ ഏതൊരു വിശുദ്ധയുടെ ഓർമ്മ ഉണ്ടാകുമ്പോഴും അവരുടെ കവറടം സന്ദർശിക്കുമ്പോഴും നമ്മിലുണ്ടാകേണ്ടത് ഈ ഒരു വികാരമാണ്. ദൈവമേ, അവർ വിശുദ്ധരായി തീർന്നതുപോലെ എന്നെ വിശുദ്ധരാക്കണമേ. ആ ഒരു ചിന്തയോടെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ചിന്താവിഷയവും ദൈവസ്നേഹത്തിൽ നിലനിൽപ്പിക്കുന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൽ അനുദിനം നിലനിന്നൊരു വ്യക്തിത്വമാണ്. തിരുമേനിക്ക് പ്രാവുകളോടും അതുപോലെ തന്നെ നായ്ക്കളോടും ഒക്കെ ബന്ധമുണ്ടായിരുന്നു. കയ്യിൽ അല്പം അനുമതി എടുത്തിട്ട് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാൻ 100 പ്രാവുകൾ ഒരുമിച്ച് വന്ന തിരുമേനിയുടെ തോളത്തും ചുറ്റിലുമായിട്ട് നിങ്ങൾ കയ്യിലെ അരിമണികൾ കുത്തിത്തിക്കുന്നത് കണ്ടിട്ട് സാക്ഷ്യത്തിലുള്ള ചില ഹൈന്ദവരുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു ഒരു പെൺപെട്ടി ഉണ്ടായിരുന്നു. ആ പെൺപെട്ടി പ്രസവിച്ചു എന്ന് മനസ്സിലായപ്പോൾ തിരുമേനി കഴിച്ച് എന്തിയായിട്ട് കുഞ്ഞുങ്ങൾ 1 by 1 ആയിട്ട് 5 കുഞ്ഞുങ്ങളെ തിരുമേനിയുടെ കാൽപാദത്തിൽ കൊണ്ടുവച്ചു. ഓരോ കുഞ്ഞിനെ എടുത്ത് തഴുകി നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയായി. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു കുടുംബിനിയെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം തൻ്റെ കുടുംബത്തിന് ചുറ്റും പരിശുദ്ധനായ പമ്പാടി തിരുമേനിയെ ഇമിറ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തിനുള്ള ദൈവാത്മാവിൻ്റെ ശക്തിയെ സ്വാംശീകരിച്ച് നിങ്ങൾക്കും ഇതുപോലെ വിശുദ്ധിയിലോട്ട് വരാൻ വളരുവാൻ സാധിക്കുമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട്, പിന്നീട് ഏതെങ്കിലും സന്ദർഭത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അവസരം തന്നാൽ അത് പറയാമെന്ന് ഓർമ്മിച്ചുകൊണ്ടും ഇപ്പോൾ സമയത്തിൻ്റെ ദൗർലഭ്യമുള്ളതുകൊണ്ടും നിങ്ങൾ സഹിക്കുവാനും വഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും ഇവിടെ നിന്ന് പഠിച്ച് പോകണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ഓർത്തഡോക്സ് മൊത്തമറിയ വനിതാ സമാജത്തിന്റെ പ്രസിഡന്റ് അഭിമന്യ യോഹന്നാൻ മാർത്തോമാസ് തിരുമേനിയുടെ അനുഗ്രഹ വചസ്സുകൾക്കായി നമുക്ക് കാതോർക്കാം. 11:25 ടീ ബ്രേക്കാണ്. ഇപ്പോൾ 11:25 ആയിരിക്കും. അതുകൊണ്ട് അധിക സമയം സംസാരിക്കുന്നില്ല. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവരും നമസ്കാരം. പരിശുദ്ധ പമ്പാടി തിരുമേനിയുടെ കബറടക്കം സ്ഥിതി ചെയ്യുന്ന ഈ പരിപാലന പുണ്യഭൂമി ഒരിക്കൽ കൂടെ മലയാളി സമാജത്തിന്റെ വാർഷികം നടത്താൻ സാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിനു വേണ്ടിയ അവസരമൊരുക്കുകയും അത്യധ്വാനം ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട മാമൂട്ടി അച്ഛനെയും കൂടെയുള്ളവരെയും ഈ ഭദ്രാസനത്തിലെ വൈദ്യശ്രേഷ്ഠരെയും ഇതിനുവേണ്ടി അഭിമാന്യമായ സന്ദർഭം സഹായിക്കുന്ന എല്ലാവരെയും ശ്രദ്ധ ഓർക്കുകയും അവരോടുള്ള ഹൃദയപരമായ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിലെ മലയാളി സമാജ ഭാരവാഹികളും കൂടെയുള്ളവരും വളരെയധികം വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അവരെയും സ്നേഹം അറിയിക്കട്ടെ. അഭിമന്യ ഇവിടെ നിന്ന് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഏതാണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. തിരുമേനി ദയവായിട്ട് 5 പോയിന്റുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ഈ മീറ്റിംഗ് നഷ്ടമായി പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 4 പോയിന്റുകൾ ഞാൻ നൽകുകയാണ്. നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ദൈവസ്നേഹത്തെ നിങ്ങളെല്ലാം സൂക്ഷിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ദൈവസ്നേഹം നമ്മിൽ വസിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പരിണാമദശ എന്തൊക്കെയാണ്, എന്തൊക്കെ പരിണാമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ച് മാത്രം. അതിന് മുൻപ് ഒരു വസ്തുത, ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രചാരണം നടത്തുന്ന വേളയിൽ അതിനുവേണ്ടി നിയുക്തമായ ബ്രിട്ടീഷ് കൗൺസിൽ 2004 102 രാജ്യങ്ങളിലായി 40,000 പേരെ ഇന്റർവ്യൂ ചെയ്തു. അവരുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന 1-2 വാക്കുകൾ ഞാൻ ഓർമ്മിക്കുകയാണ്. ഭാഷയിലെ ഏറ്റവും ഇമ്പകരമായ പദം അമ്മയാണ്. ഏതൊരുവിൻ്റെയും ഓർമ്മയിൽ എപ്പോഴും നങ്കൂരമിട്ട് കിടക്കുന്ന പദം അമ്മയാണ്. മനുഷ്യന്റെ മധുര
നൽകിയത്. ഈ അമ്മമാരുടെ എല്ലാവരും പറഞ്ഞതുപോലെ ദിവ്യമായ സ്നേഹത്തിന്റെ ഉറവയായി തീർന്നുകൊണ്ട് ആ സ്നേഹത്തെ കുടുംബങ്ങളിലും സമൂഹത്തിലേക്കും സംവേദനം ചെയ്യുന്ന വലിയൊരു ദൗത്യത്തിലായിരിക്കുന്ന അമ്മമാരുടെ മഹത്വവും മഹിമയും മനസ്സിലാക്കി ജീവിക്കാനൊക്കെ സാധിക്കും. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുമ്പോൾ ഉണ്ടാകുന്ന പരിണാമം എന്തൊക്കെയാണ്? 6 കാര്യങ്ങൾ പറയുന്നു, എഴുതിയെടുക്കുക. ഉടനെ 3 മിനിറ്റുണ്ടെല്ലാം. 1, ജഡസംസ്കാരത്തിൽ നിന്ന് ആത്മസംസ്കാരത്തിലേക്കുള്ള പരിണാമം സംഭവിക്കും. ദൈവസ്നേഹം ഒരുവിധത്തിൽ കുടികൊള്ളുമ്പോൾ ജഡസംസ്കാരത്തിൽ നിന്നും ആത്മസംസ്കാരത്തിലേക്കുള്ള പരിണാമം സംഭവിക്കും. വിശദീകരിക്കുന്നില്ല. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഈ ബോധ്യത്തോടു കൂടി ഇതിനെ ചിന്തിക്കാൻ കാണാൻ സാധിക്കും. 2ാമത്തെ പോയിന്റ്, ആർജന സംസ്കാരത്തിൽ നിന്ന് വർജന സംസ്കാരത്തിലേക്ക് ഉള്ള പരിണാമം. ആർജന സംസ്കാരത്തിൽ നിന്ന് വർജന സംസ്കാരത്തിലേക്കുള്ള പരിണാമം. എല്ലാം വേണം കൂട്ടിവെക്കണം എന്നുള്ള ആജ്ഞയോടെ ജീവിക്കുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിനുള്ള വർജന സംസ്കാരം, വിശുദ്ധന്മാരുടെ വർജന സംസ്കാരം, പാമ്പാടിത്തിനുവേണ്ടിയുള്ള വർജന സംസ്കാരം പഠിക്കണം. കൈകെട്ടിയത് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ആ ഒരു ശീലം എല്ലാം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ദാനം കൊടുക്കുവാനൊക്കെ വേണം, പഠിക്കണം എന്നുള്ളതാണ്. 3ാമത്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലത് എന്ന ആദർശത്തോടെ ജീവിക്കുന്ന ജീവിത സംസ്കാരം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന ജീവിത ദർശനത്തോടെയുള്ള സംസ്കാരം. കിട്ടണം കിട്ടണം, പോരട്ടെ പോരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥങ്ങളെ ധ്യാനരായി ജീവിക്കുന്ന ആത്മീയ മനുഷ്യന് ഈ വാക്കൊന്നും മനസ്സിലാക്കാൻ പ്രയാസമാണ്. എങ്കിലും അത് ശീലിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈശോത്തിൽ പറയുന്ന തേന പറ്റില്ല, ത്യാഗത്തിൽ കൂടി ജീവിതം ആസ്വദിക്കുക, ജനിച്ചുകൊണ്ട് ഭരിക്കുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ്. 4ാമതായി, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ മാനുഷിക സംസ്കാരത്തിൽ നിന്ന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക സംസ്കാരത്തിലേക്കുള്ള പരിണാമം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന മാനുഷിക സംസ്കാരത്തിൽ നിന്ന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക സംസ്കാരത്തിലേക്കുള്ള പരിണാമം. 5ാമത്, ആധ്യാത്മികതയുടെ പേരിലുള്ള ആഘോഷങ്ങളും പ്രകടനങ്ങളും നിലനിൽക്കുന്ന മാനുഷിക സംസ്കാരത്തിൽ നിന്ന് ആധ്യാത്മികതയുടെ ആന്തരിക ചൈതന്യവും ശക്തി നിറഞ്ഞ സംസ്കാരത്തിലേക്കുള്ള പരിണാമം. ആധ്യാത്മികതയുടെ പേരിലുള്ള ആഘോഷങ്ങളും പ്രകടനങ്ങളും നിലനിൽക്കുന്ന മാനുഷിക സംസ്കാരത്തിൽ നിന്ന് ആധ്യാത്മികതയുടെ ആന്തരിക ചൈതന്യവും ശക്തിയും നിറഞ്ഞ സംസ്കാരത്തിലേക്കുള്ള ഒരു പരിണാമം. അവസാനമായി, സ്വയം കേന്ദ്രീകൃത ജീവിത സംസ്കാരത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിത സംസ്കാരത്തിലേക്കുള്ള പരിണാമം. സ്വയം കേന്ദ്രീകൃതമായ ജീവിത സംസ്കാരത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത സംസ്കാരത്തിലേക്കുള്ള പരിണാമം. ദൈവസ്നേഹം ഒരുവനിൽ കുടികൊള്ളുമ്പോൾ ഉണ്ടാകുന്ന പരിണാമത്തെക്കുറിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. 2-3 നിർദ്ദേശങ്ങൾ ഓർമ്മിക്കുകയാണ്. 1, ബഹുമാനപ്പെട്ട എബ്രഹാമിനെ പറഞ്ഞു ഇവിടുത്തെ വെള്ളത്തിന്റെ പരാധീനതയെക്കുറിച്ച്. പാമ്പാടിക്കുന്നതിന് പ്രാമുഖ്യം ശരിയാണ്, എങ്കിൽ നമുക്ക് ചില ഉത്തരവാദിത്വം. വെള്ളം വളരെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കും. ഒരു തുള്ളി വെള്ളം അനാവശ്യമായി കളയാൻ കഴിയാതെ പരിമിതമായ രീതിയിൽ വെള്ളം ഉപയോഗിക്കും. സാധാരണ രീതിയിൽ വെള്ളം ഉപയോഗിക്കരുത്, പരിമിതമായ രീതിയിൽ വെള്ളം ഉപയോഗിക്കണം. ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു വലിയ പരിഗണന ഉണ്ടായില്ല. ഇവിടെ വെള്ളം സ്വാഭാവികമായി വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കപ്പെട്ട ഉഷ്ണത്തിൽ. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മൾ വിനയം ഉണ്ടാക്കുക. നമ്മുടെ ഉത്തരവാദിത്വം നാം ചെയ്താൽ ആവശ്യം പോലെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ തക്കവണ്ണം സാധ്യമായി തീരും. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്നത് പരിമിതമായ രീതിയിൽ ഉത്തരവാദിത്വത്തോടെ അല്പം പോലും വേസ്റ്റാക്കാതെ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായിട്ട് ഓർമ്മിക്കും. 2ാമതായിട്ട് ഓർമ്മിക്കുന്നത്, സ്വർഗീയ മനുഷ്യരുടെ പഠന വിഷയം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനത്തിന്റെ പുസ്തകം ഇവിടെയുണ്ട്. അത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിക്കുന്നുണ്ടാവും. അതേസമയം അതിന്റെ മുഴുവനായുള്ള പുസ്തകം സ്വർഗീയ മന്ന എന്ന പുസ്തകം 270ഓളം പേജുള്ള പുസ്തകമുണ്ട്. മലയാളത്തിലുണ്ട്. അതിന്റെ ഇംഗ്ലീഷാണ്. ബാക്കിയുള്ള ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നത് വാങ്ങി പഠിക്കേണ്ടത് ആ പുസ്തകമാണ്. ഹെവൻലി ബ്രെഡ് എന്നുള്ള പുസ്തകം അതിന്റെ തന്നെ മലയാള പരിഭാഷയാണ്. അപ്പോൾ സ്വർഗീയ മന്നയുണ്ട്, ഹെവൻലി ബ്രെഡ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 150 രൂപയാണ്
രണ്ടിനും ഉള്ള വില ഓരോ ഇതിനും 180 രൂപയാണ് വില. 120 രൂപയ്ക്ക് കൗണ്ടറിൽ കിട്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. കേരളത്തിന് വെളിയിൽ ഇംഗ്ലീഷ് മാത്രം മലയാളം വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ആ ഹെവൻലി ബ്രെഡ് എന്ന പുസ്തകം വാങ്ങിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി എന്നുള്ളതല്ല, പഠിച്ച് വിശുദ്ധ കുർബാനയുടെ അതിൻ്റെ സമഗ്രമായ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധാരാധന സംബന്ധിക്കാൻ തക്കവണ്ണം ഇടയാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. അവസാനമായി ഈ വർഷം വയോജന പരിപാലന പദ്ധതി മർത്തമറിയ സമാജവും നവജ്യോതിയും കൂടെ ചേർന്ന് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ് തലത്തിലുള്ള ഗവൺമെൻറ്റുമായുള്ള ബന്ധത്തിലാണ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. സൗജന്യമായി മെഡിസിനും ട്രീറ്റ്മെൻറ്റും എല്ലാം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ വയോജന സംരക്ഷണ പരിപാലന പദ്ധതി വിജയപ്രദമായി തീരുമാനത്തക്കവണ്ണം ഇവർ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശങ്ങൾ പിന്നാലെ നൽകുന്നതാണ്. ഈ സമ്മേളനം ഏറ്റവും അനുഗ്രഹമായി തീരുമാനത്തക്കവണ്ണം നിങ്ങളുടെ പങ്കാളിത്തം, ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള പങ്കാളിത്തം, അച്ചടക്കത്തോടുകൂടിയുള്ള പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പരാതികളും പരിഭവങ്ങളും ഉണ്ടാകരുത്. ഇവിടെ ഇരുന്നപ്പോൾ കസേരയിലെല്ലാം മാലാഖമാരിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം വെള്ളമാക്കി കടലാസ് ഓടിട്ട് വീഴുന്ന പ്രിൻ്റ് ചിറകടിക്കുമ്പോൾ മാലാഖമാരിക്കുന്നതോട് തോന്നുന്നു. നമ്മൾ കുറച്ച് ഇവിടെ കയറി ഒതുങ്ങി അവിടെ ഉടനെ വരും. അതുകൊണ്ട് അവിടെ ഉള്ള ചിറകുകളെല്ലാം താഴെ നീക്കും എന്ന് ഞാൻ ആശിക്കുകയാണ്. ഏതായാലും നമുക്ക് പരിഭവമില്ല, പരാതിയില്ല. ഏറ്റവും പ്രസന്നമായ മുഖമാണ് ആയിരിക്കണം നമ്മയുടെ മുഖം. ആ പ്രസന്നത ഈ യോഗം തീരുന്നത് വരെയും ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി മർത്തമറിയ മലയാള സമാജം ജോയിന്റ് സെക്രട്ടറി ശ്രീമതി മലയാള ചാക്കോയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. Gracias.
താങ്ക് യു മിസ്സസ് മിറണ്ട ഷോക്ക. ഉദ്ഘാടന സമയങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ടീ ബ്രേക്കിന് വേണ്ടി